السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത് 105-ാമത്തെ ആയത്താണ്. ഇന്ന് ഇൻഷാല്ലാ 106 മുതൽ 108 വരെ വേറെ ചില കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാം ഇൻഷാല്ലാ. അപ്പം 106-ാമത്തെ ആയത്ത്, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈറിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. നിനക്കറിഞ്ഞുകൂടി അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്. വാക്കർത്ഥം നോക്കാം. മാ നൻസഖ്, മാ യാതൊന്ന്, വാട്ടെവർ. ഓക്കെ. നൻസഖ്, നൂൻ സീൻ ഹ, പുതിയ വാക്കാണ്. നൻസഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രോഗേറ്റ് ചെയ്യുക, അതായത് ക്യാൻസൽ ചെയ്യുക, റദ്ദാക്കുക. ഓക്കെ. അപ്പം യാതൊന്ന് നാം ഇല്ലാതാക്കി കളയുക അല്ലെങ്കിൽ മായ്ച്ചു കളയുകയോ അല്ലെങ്കിൽ റദ്ദാക്കി കളയുകയോ, മിൻ ആയത്തിൻ, ആയത്തിൽ നിന്ന് ഔ അല്ലെങ്കിൽ നുൻസിഹ, നുൻസിഹ എന്ന് പറഞ്ഞാൽ നാം അതിനെ മറപ്പിച്ചു കളയുക. ഹ എന്ന് പറയുന്നത് ഇവിടെ അതിനെയാണ്. നസിയ, നൂൻ സീൻ യ ആണ് റൂട്ട്. നസിയ എന്ന് പറഞ്ഞാൽ മറക്കുക, നിസ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവി. അതിൽ നിന്നുള്ളതാണ് നുൻസിഹ, നാം മറപ്പിച്ചു കളയുന്നു. ഹ അതിന്. ന തീ നാം കൊണ്ടുവരും. ഇവിടെ അതായ തീ അതേ റൂട്ടിന്റെ ഹംസ തായ, അതിൽ നാം ആയതുകൊണ്ട് നൂൻ ആദ്യം, അതുകൊണ്ട് തീ നാം കൊണ്ടുവരും. ബിഖൈരിൻ കൂടുതൽ ഉത്തമമായത്, ഖൈർ ബെറ്റർ ഉത്തമമായത്. മിൻഹ അതിനേക്കാൾ. ഓക്കെ. ഹ അത്, മിൻഹ അതിനേക്കാൾ, ഔ അല്ലെങ്കിൽ മിസ്ലിഹ അതുപോലെയുള്ളത്. മീം സ ലാം, ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള റൂട്ടുകളാണ്. അലം തഅലം, ആ ലം തഅലം, ആ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് ആണ്, ഹംസത്തുൽ ഇസ്തിഫ്ഹാം. ലം നെഗറ്റീവ്, നിനക്ക് അറിഞ്ഞൂടെ. നമ്മൾ നെഗറ്റീവായിട്ട് ചോദിക്കില്ല, എനിക്ക് അറിയോ എന്നുള്ളത് വേറെ, എനിക്ക് അറിയൂലേ എന്ന് ചോദിക്കുന്നത് വേറെ. അപ്പോൾ അലം അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഐൻ ലാം മീമാണ് തഅലം. ഓക്കെ. നിനക്ക് അറിഞ്ഞുകൂടെ. അന്നല്ലാഹ അല്ലാഹു ആണെന്ന്, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, ഏതൊരു കാര്യത്തിനു മേലും, ഖദീർ കഴിവുള്ളവനാകുന്നു. ഓക്കെ. ഖുദ്റത്ത് ഉള്ളവനാകുന്നു. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ നൻസഖ് മിൻ ആയത്തിൻ, നാം എന്താണ് നസ്ഖ് ചെയ്യുന്നില്ല, ദുർബലപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നില്ല ഒരു ആയത്തും. ഔ നുൻസിഹ അല്ലെങ്കിൽ മറപ്പിച്ച് കളയുന്നില്ല. നഅതി ബിഖൈറിൻ മിൻഹ അതിനേക്കാൾ ഉത്തമമായത് കൊണ്ടുവരാതെ. ഓക്കെ. അതിനേക്കാൾ ഉത്തമമായത് നാം കൊണ്ടുവരുന്നു പകരം. അതായത് ഞാൻ ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ മറപ്പിച്ച് കളയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് നാം കൊണ്ടുവരുന്നുമുണ്ട്. ഔ മിസ്ലിഹ അല്ലെങ്കിൽ അതുപോലെയുള്ളത്. അപ്പം ഈ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ആയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. ബനു ഇസ്രായേൽ, അതായത് യഹൂദികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് പല രീതിയിലുള്ള എതിർപ്പുകളാണ്, അല്ലെ, പല രീതിയിലുള്ള ഒബ്ജെക്ഷൻസ് ഉണ്ടായിരുന്നു. അവർക്ക് എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുന്നു. ചില സമയത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചിട്ട് പോകും. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താന്ന് വെച്ചാൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് വാദപ്രതിവാദം നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് അവർക്കുണ്ടായിരുന്ന ഒരു എതിർപ്പ് അല്ലെങ്കിൽ എതിർത്തുകൊണ്ടുള്ള അവരുടെ ഒരു വാദം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ അല്ലെ, ഖുർആൻ മുസദ്ദിഖ് ആണെന്ന്. അതായത് മുമ്പ് വന്ന എല്ലാ ഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്ന എന്തോ ഒന്നാണ് ഖുർആൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മൾ ഖുർആനിൽ തന്നെ ഇപ്പം ഇതിനകം കുറേ പ്രാവശ്യമായിട്ട് കണ്ടു, മുസദ്ദിഖൻ ലിമാ ബൈന, അല്ലെ, ലിമാ ബൈന യദൈഹി ലിമാ മഅക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങളുടെ കയ്യിലുള്ളതിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളതിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥത്തിനെ സത്യപ്പെടുത്തുന്നതാണ് ഖുർആൻ.
അപ്പം ബനു ഇസ്രായേൽ ചോദിക്കുകയാണ്, അങ്ങനെ ഇത് മുസദ്ദിഖ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതിനകത്ത് നിങ്ങളുടെ ഖുർആനകത്തുള്ള കമാൻഡ് ഞങ്ങളുടെ തൗറാത്തിലുള്ള കമാൻഡുകളിൽ നിന്ന് വ്യത്യസ്തം? അള്ളാഹുവിന്റെ കൽപ്പനകൾ, ഖുർആനിലുള്ള കൽപ്പനകൾ എന്തുകൊണ്ടാണ് തൗറാത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ ദൈവത്തിൽ നിന്നാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് പല കൽപ്പനകളും വ്യത്യസ്തമായിരിക്കുന്നത്? ഈവൻ ഇന്നത്തെ കാലത്തും ഒരു പക്ഷേ നമുക്കിത് കേൾക്കാൻ പറ്റും അല്ലെ? ക്രിസ്ത്യാനികളോടോ ജൂതന്മാരോടോ ഇതെല്ലാം ഒരേ ദൈവത്തിൽ നിന്നാണെന്നുള്ളതും നിങ്ങളുടെ ഗ്രന്ഥത്തിനെ സത്യപ്പെടുത്തുന്നതാണ് ഖുർആൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും, പിന്നെ നിങ്ങൾ എന്താ പോർക്കിലെ പന്നീനെ തിന്നാത്തത്? പിന്നെ നിങ്ങൾ എന്താ ആൽക്കഹോൾ കള്ളു കുടിക്കാത്തത്? കാരണം നമുക്കിതൊക്കെ അനുവദനീയമാണല്ലോ അല്ലെ? അപ്പം നമുക്കില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു കമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ കമാൻഡ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ കൽപ്പനകൾ നിങ്ങൾക്ക് എന്താ തന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ 5 നേരം നിസ്കരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇതുപോലെ ഈ പറഞ്ഞ പോലെ നിസ്കരിക്കുന്നത്? ഇതെല്ലാം ഒരേ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അല്ലെ? അപ്പം ആ രീതിയിലുള്ള ഒരു എതിർപ്പ് അവര് ഉന്നയിക്കുമായിരുന്നു. ഇനി വേറെ ഒരു എതിർപ്പ് എന്താന്ന് വെച്ചാല്, അവര് മുസ്ലിങ്ങളുടെ അടുത്ത്, വിശ്വാസികളുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, നിങ്ങൾ കുറച്ചു കാലം ഒരു കമാൻഡ് ഫോളോ ചെയ്യും, ഒരു കൽപ്പന ഫോളോ ചെയ്യും, പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ പറയുന്നേക്കാം ഇല്ല അത് മാറ്റി വേറെ ഒന്നാണ് ഇപ്പൊ വന്നത്. സുബ്ഹാനല്ലാഹ് അല്ലേ? അപ്പൊ നിങ്ങൾ ആ ഒരു മുമ്പ് തന്ന റൂള് അല്ലെങ്കിൽ മുമ്പ് തന്ന കമാൻഡ് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാൻസൽ ആയിട്ടുണ്ട്, ഇനിയിപ്പോ പകരം വേറെന്തോ ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പൊ എന്താ അല്ലെ? ഒരു സ്ഥിരതയില്ലേ എന്നുള്ള പോലെ അവർ പരിഹസിച്ച് ചോദിക്കുകയാണ്. അതിനൊരു ഉദാഹരണമാണ്, ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മദീനയിലേക്ക് വന്ന സമയത്ത്. ആദ്യകാലങ്ങളിൽ നമുക്കറിയാം നമ്മളുടെ ഖിബ്ല എന്ന് പറയുന്നത് ജെറൂസലേമിനായിരുന്നു അല്ലെ? ജെറൂസലേം ഫേസ് ചെയ്ത്, അതായത് ബൈത്തുൽ മുഖദ്ദസ് ഫേസ് ചെയ്തിട്ടായിരുന്നു ഖിബ്ല. അതായിരുന്നു അവരുടെ നമസ്കാരത്തിൽ അവർ ഫേസ് ചെയ്യേണ്ട ഖിബ്ല എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഖിബ്ല മാറ്റിക്കൊണ്ടുള്ള കൽപ്പന വന്നു അല്ലെ? കഅബയിലേക്ക് തിരിയണം. ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ബൈത്തിലേക്ക് മാറി. ജൂതന്മാര് ചോദിക്കുമായിരുന്നു, ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണെങ്കിൽ നിങ്ങളിത് പിന്നെ എന്താ ഒരു ദിവസം ഒന്ന് ചെയ്യും, എന്നിട്ട് അവസാനം കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും നിങ്ങളോടുള്ള ആ കൽപ്പന മാറ്റി, ആ റൂള് മാറ്റി, അതിപ്പോ എന്താ? അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, അവരുടെ ഈ തരത്തിലുള്ള ഒബ്ജക്ഷനുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഉത്തരമാണ് എന്ത്? ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ഉത്തരമാണ്. അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ അവർ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാല് നസ്ഖ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടല്ലോ മാനൻസഖ്, നൂൻ സീൻ ഹ, നസ്ഖ്. നസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആധികാരികമായിട്ട് റദ്ദാക്കല്. ഓക്കെ, റദ്ദാക്കുക, ക്യാൻസൽ ചെയ്യുക എന്നുള്ള അർത്ഥം. അപ്പം ഇത് ശരീഅത്തില് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഖുർആൻ ഇറങ്ങിയ സമയത്ത് പല സാഹചര്യങ്ങളായിട്ട്, പല കാര്യങ്ങളായിട്ട് ഇസ്ലാം നമ്മുടെ ശരീഅത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നസ്ഖ്. എന്താണ് നസ്ഖ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് ആദ്യം ഈ ആയത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അതിനുശേഷം നസ്ഖിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം ഈ ആയത്തിൽ പറയുന്നത് മാ നൻസഖ് മിൻ ആയത്തിൻ, നാം അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ആയത്തിനെയും നസ്ഖ് ചെയ്യുന്നില്ല, അബ്രോഗേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നില്ല, റദ്ദാക്കുന്നില്ല. ഔ നുൻസിഹ, അല്ലെങ്കിൽ ഞാൻ മറപ്പിച്ച് കളയുന്നില്ല, നാം മറപ്പിച്ച് കളയുന്നില്ല, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല മറപ്പിച്ച് കളയുന്നില്ല. നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ, എന്താണ് പകരം ചെയ്യുന്നത്? അതിനേക്കാൾ ഉത്തമമായത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അതിനോട് തുല്യമായത്, അതിന് സമാനമായത്, ഈക്വൽ ആയിട്ടുള്ള, സിമിലർ ആയിട്ടുള്ളത് കൊണ്ടുവരാണ്. നൻസഖ് ഞാൻ പറഞ്ഞു നൂൻ സീൻ ഹ. ഈ നസ്ഖ് എന്ന് പറയുന്ന വാക്കിന്റെ അക്ഷരാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇസാല. ഓക്കെ, ഇസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഇറേസ് ചെയ്ത് കളയാം, മയച്ച് കളയാം, കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഇല്ലാണ്ടാക്കാം. അതാണ് നസ്ഖിന്റെ ഒരു മീനിങ്. ഇനി നസ്ഖിനുള്ള രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് നഖൽ. നഖൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ക്രൈബ് ചെയ്യുക, നമ്മൾ പകർത്തി എഴുതുക, പകർപ്പെഴുതുക എന്ന് പറയൂലേ. അത് എന്തെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനം അത് നോക്കി അതേപോലെ കോപ്പി ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത്, ഇപ്പൊ നമ്മൾ ഇവിടെ പലരും നോട്ട്സ് എഴുതാറുണ്ട് അല്ലെ? നോട്ട്സ് എഴുതി ഷെയർ ചെയ്യാറുണ്ട്, അത് നോക്കി എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്തരത്തിൽ കോപ്പി ചെയ്യുന്നതിനെയും നസ്ഖ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് നസ്ഖിന്റെ ആദ്യത്തെ രണ്ട് മീനിങ്. ഇനി നസ്ഖിന് ഒരു മീനിങ്ങും കൂടെ ഉള്ളത് എന്താന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു കാര്യത്തിനെ വേറൊന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതിന് ആദ്യം ആ പൊസിഷനിൽ ഒന്നുണ്ടാവും, അതിനെ മാറ്റിയിട്ട് പകരം വേറെ ഒന്ന് കൊണ്ടുവന്നിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, നാം മായ്ച്ചു കളയുന്നില്ല, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് കളയുന്നില്ല
എന്തെങ്കിലും ഒരു കൽപ്പനയെ എങ്ങനെയല്ലാതെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒന്ന് കൊണ്ടുവരാതെ, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒന്നിനെ കൊണ്ടുവരാതെ നാം മായ്ച്ചു കളയുന്നില്ല, അല്ലെങ്കിൽ മറപ്പിച്ച് കളയുന്നില്ല. നൻസഖ് മിൻ ആയത്തിൻ, അത് ഖുറാനിലെ ഒരു ആയത്ത് പോലും നസ്ഖ് ചെയ്യപ്പെടുന്നില്ല. ഔ നുൻസിഹ, നുൻസിഹ നമ്മൾ പറഞ്ഞു നൂൻ സീൻ യാ നിസ്യാൻ. നിസ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറവി. ഓക്കെ, എന്തെങ്കിലും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം മറന്നു പോവാ, നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നാം റീപ്ലേസ് ചെയ്യുന്നില്ല, അത് നസ്ഖ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നാം മറപ്പിക്കുന്നില്ല. എങ്ങനെയല്ലാതെ നഅതി ബി ഖൈറിൻ മിൻഹ, നഅതി ഹംസത്തായ അത യഅതി കൊണ്ടുവരിക, ബി ഖൈറിൻ മിൻഹ അതിനേക്കാൾ ബെറ്റർ ആയത്. അപ്പം ഒരു കമാൻഡ്, ഒരു കൽപ്പന മാറ്റിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ബെറ്റർ ആയത് കൊണ്ടുവന്നിട്ടല്ലാതെ അങ്ങനെ മാറ്റാറില്ല, മാറ്റുന്നില്ല. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ളത് കൊണ്ടുവരാതെ. ഇനി നസ്ഖ് എന്താന്ന് നമുക്കൊന്ന് നോക്കാം. നസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഖുർആൻ ഇറങ്ങിയ സമയത്ത് നടന്നിട്ടുള്ള ഒരു കാര്യം, അതായത് അബ്രോഗേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ റദ്ദാക്കല്, ക്യാൻസൽ ഔട്ട് ചെയ്യല്. ഏതെങ്കിലും ഒരു ലീഗൽ ആയിട്ടുള്ള ശരീഅത്തിലെ ഒരു നിയമം അതിനെ ക്യാൻസൽ ചെയ്യാം. അത് ചിലപ്പം ഖുർആനിലെ ആയത്തുകളായിട്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു കൽപ്പന പകരം കൊണ്ടുവന്നിട്ടായിരിക്കാം. അപ്പം ഒന്നെങ്കിൽ ആ കമാൻഡ്, ആ കൽപ്പന കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് പകരം വേറൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ആ കമാൻഡ് അവിടെ ഉണ്ടാവും പക്ഷെ ഖുറാനിലെ ആ ഒരു വാക്കുകൾ, അത് ആ ഒരു കൽപ്പന പറഞ്ഞിരുന്ന വാക്കുകൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ വാക്കുകൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും ഖുർആനിൽ, പക്ഷെ കമാൻഡ് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ നോക്കുമ്പം ആക്ച്വലി നസ്ഖിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അപ്പൊ ഉസൂൽ തഫ്സീർ ഒക്കെ പഠിക്കുമ്പോൾ നസ്ഖ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നസ്ഖിന് പല ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ പറയുമ്പം ഒരു തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, നസ്ഖിന്റെ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാം. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നഫ്സ് വിവിധ വിഭാഗങ്ങൾ, നസ്ഖ് വിവിധ വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്. അപ്പൊ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പ്രകാരം നസ്ഖ് 3 തരത്തിലാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് നസ്ഖ് എന്ന് പറയുന്നത് എന്താ വെച്ചാല്, ഖുർആനിക ആയത്തുകളും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയും രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഒരു നിയമം, ഒരു കൽപ്പന ഖുർആനിൽ ഒരു ആയത്തായിട്ട് തന്നിട്ടുണ്ടാവും, പക്ഷെ നസ്ഖ് ചെയ്യപ്പെടുന്നത് വഴി ആ ഒരു ആയത്തും മാറ്റിയിട്ടുണ്ടാവും, ആ ഒരു കൽപ്പനയും മാറ്റിയിട്ടുണ്ടാവും. അതിനൊരു ഉദാഹരണമാണ് സഹീഹ് മുസ്ലിമില് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അതിനകത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഖുർആനില് 10 ക്ലിയർ സക്ലിംഗ്, അതായത് 10 പ്രാവശ്യം മുല കുടിക്കുക. ഓക്കെ, ഒരു ഉമ്മയിൽ നിന്ന് വേറെ ഒരു മകൻ, ഉമ്മയുടെ മകനല്ല വേറൊരു മകൻ മുല കുടിച്ചു കഴിഞ്ഞാല് എന്താണ്, അവൻ എന്തായി, അവിടെ ഒരു റിദ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. റിദ എന്ന് പറഞ്ഞാല് ഒരു ബന്ധം. ഓക്കെ, പിന്നെ അവർ തമ്മിലുള്ള മാരേജ് എന്തായി, നിയമപ്രകാരമായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത്, അതായത് ആ ഉമ്മന്റെ വേറെ മക്കളും ഈ മകനുമായിട്ടുള്ള ബന്ധം, വിവാഹബന്ധം ക്യാൻസൽ ഔട്ട് ചെയ്യാണ്. അവർ തമ്മിൽ ഒരു റിദ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നു. അതായത് 10 ക്ലിയർ സക്ലിംഗ്, 10 പ്രാവശ്യം ക്ലിയർ ആയിട്ട് ഒരു മുലകുടി ബന്ധം ഒരു ഉമ്മയുമായിട്ട് ഒരു മകൻ അല്ലെങ്കിൽ മകൾ സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എന്തായി, ഡയറക്റ്റ് കണക്ഷൻ ആയി. അപ്പം ആ ഒരു റിദ അല്ലെങ്കിൽ ആ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിനെ എന്തായത്, ആ ഒരു ആയത്തിനെയും മാറ്റി, ആ നിയമത്തിനെയും മാറ്റി. പിന്നീട് എന്താക്കി, അത് 5 പ്രാവശ്യം ആക്കി മാറ്റി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ ഒരു ആയത്തും ഖുർആനിലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു നിയമവും ഖുർആനിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് 10 പ്രാവശ്യം എന്നുള്ളത് മാറ്റി 5 പ്രാവശ്യം എന്നാക്കി. അപ്പം ഒരു ഉമ്മ 10 പ്രാവശ്യം ഒരു ചൈൽഡിന്, ഒരു മകന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ ഉമ്മയും മകനും തമ്മിൽ ബന്ധം റിദ അല്ലെങ്കിൽ റദാഅ എന്ന് പറയുന്ന ബന്ധം എന്താണ്, ഒരു ബർത്ത് മദർ അല്ലെങ്കിൽ പോലും, അതായത് ഉമ്മ മകന് ജന്മം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവര് തമ്മിൽ ഉമ്മ മകൻ റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു. പക്ഷെ ആയത്തും മാറ്റി, ആ നിയമവും മാറ്റി. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. അപ്പം ആ കൽപ്പനയും മാറ്റുക, അതായത് ആ ഒരു നിയമവും മാറ്റും, ആ ആയത്തുകളും അല്ലെങ്കിൽ ആ ഒരു വാക്കുകളും ഖുർആനിൽ നിന്ന് മാറ്റും.
ഓക്കെ, ഇപ്പം ഖുറാനിൽ അങ്ങനെ ഒരു ആയത്തേ ഇല്ല. അപ്പം അതാണ് ഒന്നാമത്തെ ടൈപ്പ് നസ്ഖ്. ഇനി ഒന്നാമത്തെ ടൈപ്പ് നസ്ഖ് എന്ന് പറഞ്ഞാൽ ആയത്തും മാറ്റാണ്, കൽപ്പനയും മാറ്റാണ്. രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് വേറൊന്ന് അതിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാം. ഇവിടെ വേറൊന്ന് കൊണ്ടുവന്നത് എന്താ, 10 പകരം 5 മാറ്റി. 5 പ്രാവശ്യം ആ ഒരു മുലകുടി ബന്ധം ഉണ്ടായാൽ മതി അവർ തമ്മിലുള്ള ഒരു ഉമ്മ മകൻ റിലേഷൻഷിപ്പ്, ഒരു റിദോ അല്ലെങ്കിൽ റദാ എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്നാമത്തെ ടൈപ്പ് നസ്ഖ് അതാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആയത്ത് ഉണ്ടായിരുന്നു ഖുറാനിൽ, അല്ലെങ്കിൽ ആയത്ത് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ആയത്ത് ആയിക്കണമെന്നില്ല കേട്ടോ. ആ ഒരു വേർഡ്സ്, ആ ഒരു കൽപ്പന ചിലപ്പോൾ ഒരു ആയത്തിന്റെ ഭാഗമാകാം, ഒന്നിൽ കൂടുതൽ ആയത്തുകളാവും, എങ്ങനെയാണെങ്കിലും ആ ഒരു കൽപ്പന പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഖുർആനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഖുർആനിൽ ഉണ്ടായിരുന്നു, പിന്നെ ഖുർആനിൽ നിന്ന് റിമൂവ് ചെയ്തു, പക്ഷേ ആ ഒരു കൽപ്പന അവിടെ തന്നെയുണ്ട്. ഓക്കെ, ആ ഒരു കമാൻഡ്, ആ റൂള് അവിടെ തന്നെയുണ്ട്. ആയത്തില്ല, പക്ഷെ റൂളുണ്ട്. തൊട്ടു മുമ്പ് പറഞ്ഞത് ആയത്തും മാറ്റി റൂളും മാറ്റി, പകരം വേറൊരു റൂള് കൊണ്ടുവന്നു. ഇവിടെ ആയത്തുണ്ടായിരുന്നു, പക്ഷെ ആയത്ത് റിമൂവ് ചെയ്തു, പക്ഷെ കൽപ്പന, ആ ഒരു കമാൻഡ്, ആ ഒരു റൂള് ഇപ്പോഴും ഉണ്ട്. അതിന് ഉദാഹരണമാണ് ആയത്തുർ റജം, അതായത് കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആ ഒരു റൂൾ ഉണ്ടല്ലോ അല്ലെ, സിന ചെയ്യുന്നവരെ. അപ്പം അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു, പക്ഷെ ആ ആയത്ത് മാറ്റി, പക്ഷെ ആ റൂള് ഇപ്പോഴും ഉണ്ട്. നിയമപരമായിട്ട് ആ റൂള് ഇപ്പോഴും അപ്ലിക്കബിൾ ആണ്. അപ്പം രണ്ടാമത്തെ ടൈപ്പ് അത്. ആദ്യത്തത് വാക്കുകളും മാറ്റി, കൽപ്പനയും മാറ്റി. രണ്ടാമത്തത് വാക്കുകൾ മാറ്റി, കൽപ്പന അവിടെ തന്നെയുണ്ട്. ഇനി മൂന്നാമത്തത് ആയത്ത് മാറ്റിയിട്ടില്ല, ആയത്ത് അവിടെ തന്നെയുണ്ട്, പക്ഷെ കൽപ്പന മാറ്റി. ഓക്കെ, ആയത്ത് ഇപ്പോഴും ഖുറാനിൽ തന്നെ ഉണ്ട്, പക്ഷെ കൽപ്പന മാറ്റി. അതിന് ഉദാഹരണമാണ് സ്ത്രീകളുടെ ഇദ്ദ 1 കൊല്ലം ആണ് എന്നുള്ള ആയത്ത് ഖുർആനിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ. ആ ഒരു ആയത്ത് അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ ഖുർആനിൽ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ആ ഒരു കൽപ്പന ഇല്ല. ആ കൽപ്പന ഇപ്പം എന്താണ് മാറ്റിയത്, ഇദ്ദ എങ്ങനെയാണ് 4 മാസവും 10 ദിവസവും. പക്ഷെ 1 കൊല്ലം ഇദ്ദ ഉള്ള ആയത്ത് ഖുർആനിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത് മൂന്നാമത്തെ ടൈപ്പ് നസ്ഖ്. ഓക്കെ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അപ്പൊ നസ്ഖ് എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് നഅതി ബി ഖൈറിൻ മിൻഹ. ഓക്കെ, ഞാൻ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത്, അതിനേക്കാൾ ഹയറായത് കൊണ്ടുവരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്ത്രീ 10 വർഷം ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ 1 വർഷം കംപ്ലീറ്റ് ഇദ്ദയിലിരിക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ. ഇപ്പം എന്താക്കി, 4 മാസം 10 ദിവസമാക്കി. അത് ഹയറല്ലേ ആദ്യത്തേതിൽ നിന്ന്? ആണല്ലേ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാനൻസഖ് മിൻ ആയത്തിൻ, ഞാൻ എന്താണ്, നാം ആയത്തുകളിൽ നിന്ന് ഒന്നും നസ്ഖ് ചെയ്യുന്നില്ല, ഔ നുൻസിഹ, അല്ലെങ്കിൽ മറപ്പിച്ച് കളയുന്നില്ല. മറപ്പിച്ച് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്കാണ് ആയത്തുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ മറപ്പിച്ച് കളയുമ്പോൾ പിന്നെ നമ്മളിലേക്ക് അത് എത്തുന്നില്ല അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്ഖ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മറപ്പിച്ച് കളയുന്നില്ല കംപ്ലീറ്റ് ആയിട്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിന്നെ അത് ഓതാൻ പറ്റൂല അല്ലെ, അങ്ങനെ ഒരു ആയത്ത് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ആയത്ത് ശരിക്കും എടുക്കപ്പെടുകയാണ് അല്ലെ. അപ്പം അള്ളാഹു പറയണ, അങ്ങനെ ഞാൻ നസ്ഖ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറപ്പിച്ച് കളയുന്നില്ല. നഅതി ബി ഖൈറിൻ മിൻഹ, അപ്പം അതിന് പകരം ഞാൻ കൊടുക്കുന്ന കമാൻഡ് എന്താണെങ്കിലും അത് അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും, ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിരിക്കും. എങ്ങനെയാണ് ബെറ്റർ ആവുന്നത്? ആർക്കാണ് ബെറ്റർ ആവുന്നത്? ആർക്കാണ് അത് ഹൈർ? ആളുകൾക്ക് അല്ലെ. നമുക്ക് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ ഇറക്കിയിട്ടുള്ളത്. അള്ളാഹു പകരം കൊണ്ടുവരുന്ന കൽപ്പനകൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഹൈർ ആയിട്ടുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ബെറ്റർ ആവുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ മാറ്റിക്കൊണ്ടുവരുന്ന, നസ്ഖ് ചെയ്ത് കൊണ്ടുവരുന്ന കൽപ്പനകൾ അധികവും ഈസിയർ ആയിരിക്കും അല്ലെ. ഇപ്പം ഇദ്ദയുടെ കാര്യം തന്നെ 1 കൊല്ലത്തിൽ നിന്ന് 4 മാസം 10 ദിവസത്തിലേക്ക് മാറി. അപ്പം എളുപ്പമാക്കിയിട്ട് മാറ്റാണ് അല്ലെ. അപ്പം ആ രീതിയിൽ അത് ഹയറാവാം. രണ്ടാമത്തെ ഹയർ എന്ന് പറയുന്നത് അത് കൂടുതൽ പ്രതിഫലം കൊണ്ടുവന്നേക്കാം. ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് മാറ്റി വേറൊന്ന് ചെയ്യിപ്പിക്കുമ്പോൾ അതുവഴി കൂടുതൽ പ്രതിഫലം ഉണ്ടാവുന്ന രീതിയിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്ഖ് ചെയ്തിട്ട് പുതിയ കമാൻഡ് കൊണ്ടുവരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്
അത് ഹൈറായിരിക്കും എന്ന് പറഞ്ഞല്ലോ അല്ലെ. മൂന്നാമത്തത് ഏത് രീതിയിലാന്ന് വെച്ചാല് ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള ശരിയായ കീഴൊതുങ്ങല് കാണിക്കും. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചെയ്യും. അള്ളാഹ് ഇപ്പോഴും ഇത് പറയുന്നു, ഞാനിത് ചെയ്യുന്നു. അള്ളാഹ് നാളെ ഇത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുന്നു, അപ്പോഴും ഞാനത് ചെയ്യുന്നു. പക്ഷേ ഇപ്പം ഒരു ഉദാഹരണത്തിന് ജെറൂസലേമിലെ ഫേസ് ചെയ്തിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ ഫേസ് ചെയ്തിട്ട് നിങ്ങൾ കിബ്ലയാക്കിയിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞ ആളെടുത്ത് ഇല്ല ബൈത്തുള്ള ആക്കണം അല്ലെങ്കിൽ കഅബ ആക്കണം എന്ന് പറഞ്ഞാൽ ഇല്ല ഞാൻ അത് ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നില്ല അല്ലെ ആ വ്യക്തി. പകരം അള്ളാഹുവിന് പകരം സ്വന്തം നെഫ്സിന്റെ ഇച്ഛകളെ അല്ലെങ്കിൽ സ്വന്തത്തെയാണ് അവൻ അനുസരിക്കുന്നത്, അവന്റെ ഇച്ഛകളെയാണ് അവൻ അനുസരിക്കുന്നത്. അപ്പം അത് ഇത്തരത്തില് നസ്ഖ് കൊണ്ടുവരുന്നത് കൊണ്ടുള്ള വേറൊരു ഹൈർ എന്താണ്, അള്ളാഹുവിന് ശരിയായിട്ട് ആരാണ് കീഴൊതുങ്ങുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലെ. ഒരു ടെസ്റ്റ് പോലെ. സുബ്ഹാനല്ലാഹ്, വിശ്വാസികൾക്ക് അതൊരു എന്താണ് ബ്ലെസ്സിങ് തന്നെയാണ് അല്ലെ. അള്ളാഹ് ഇതുപോലെ ഒരു കൽപ്പന മാറ്റി അതും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്, പ്രതിഫലമാണ് അതല്ലേ. അപ്പം ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നറിയാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു പരീക്ഷണം കൂടെ ആയേക്കാം. അപ്പം ഈസി ആയിട്ടുള്ള റൂൾ ആയേക്കാം, കൂടുതൽ പ്രതിഫലമുള്ള റൂൾ ആയേക്കാം. 3, ആരാണ് ശരിയായ രീതിയിൽ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നത് എന്ന് പരീക്ഷിച്ചറിയാനുള്ളതും കൂടെ ആയേക്കാം. അപ്പം നഅതി ബിഖൈരിൻ മിൻഹ. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, അലം തഅലം, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആദ്യമായിട്ട് കാണല്ല അല്ലെ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത്. ഖദീർ എന്നാൽ റൂട്ട് ഖാഫ് ദാൽ റ, ഖുദ്റ. ഖുദ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എജിസിന്റെ ഓപ്പോസിറ്റ് ആണ്. എജിസ് എന്ന് പറഞ്ഞാൽ കഴിവുകേട്, ഖുദ്റ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കഴിവുകൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ പെർഫെക്റ്റ് കഴിവുകളുള്ളൂ അല്ലെ. അവൻ ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, നമുക്കില്ല അല്ലെ. നമ്മളിനി എന്തെങ്കിലും ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അത് നടക്കണമെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലെ. നമുക്ക് യാതൊരു കഴിവും ശക്തിയൊന്നുമില്ല, അള്ളാഹ് ഉദ്ദേശിക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അബ്സല്യൂട്ട് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഖുദ്റത്തുണ്ട്. അവന് എന്തും ചെയ്യാൻ പറ്റും അല്ലെ. അവൻ്റെതാണ് ആകാശവും ഭൂമിയും അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ആകാശത്തിലും ഭൂമിയിലും എന്തും ചെയ്യാൻ പറ്റുമെങ്കിൽ അള്ളാഹ് കൊണ്ടുവന്ന കൽപ്പനകൾ അള്ളാഹ്ക്ക് മാറ്റുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസവും ഇല്ല അല്ലെ. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ക്ലൈമറ്റ് മാറി മാറി വരുന്നത്. വിന്റർ വരും, അത് കഴിയുമ്പോൾ സ്പ്രിങ് ആവും, സമ്മർ വേനൽ വരും, മഴക്കാലം വരും അല്ലെ. ഓരോന്ന് മാറ്റി മാറ്റി അള്ളാന്റെ സൃഷ്ടിപ്പിൽ, അള്ളാന്റെ ആകാശത്തും അള്ളാന്റെ ഭൂമിയിലും അള്ളാഹ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അള്ളാഹ് കൊണ്ടുവന്ന കൽപ്പന മാറ്റാൻ അള്ളാഹ് ആരുടെങ്കിലും സമ്മതം വേണോ? ഒരു ആവശ്യമില്ല അല്ലെ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹ് ചെയ്യും. അപ്പം അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ അല്ലെ അള്ളാഹ്ക്ക് പറ്റുന്ന്. ഓഫ് കോഴ്സ് അള്ളാഹ്ക്ക് പറ്റും. അങ്ങനെയുള്ള അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കൽപ്പന കൊണ്ടുവരാം അല്ലെ. അപ്പം എന്തിനാണ് ഈ നസ്ഖ് കൊണ്ടുവന്നത്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരത്തില് എന്താണ് നിയമങ്ങൾ മാറ്റിയത്? എന്താണ് അതിന്റെ റീസൺ? ഏറ്റവും ആദ്യം നമ്മളിപ്പോ പറഞ്ഞ പോലെ അള്ളാഹ്ക്ക് കംപ്ലീറ്റ് അതോറിറ്റി ഉണ്ട്. അള്ളാന്റെ പവർ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അല്ലെ. നിയമങ്ങൾ അള്ളാന്റേതാണ്. അള്ളാഹ്ക്ക് നിയമങ്ങളെ വെച്ച് എന്തും ചെയ്യാം. അപ്പൊ നമുക്കറിയാം അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ എന്ന് റൂളുണ്ട്, എന്ന് നിയമമുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ നമ്മൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ മലായിക്കത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റൂളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. കൊലപാതകം ഹറാമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് സ്വന്തം മകനെ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ബലി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹ്ക്ക് എന്ത് കമാൻഡും കൊടുക്കാം, കാരണം നിയമങ്ങൾ ആരതാണ്? അള്ളാന്റേതാണ്. അമ്ര ആരതാണ്? അള്ളാന്റേതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളതല്ല അല്ലെ. അപ്പം നസ്ഖിന്റെ ഒരു റീസൺ എന്താണ്? അള്ളാന്റെ പവർ, അള്ളാന്റെ ഖുദ്റത്ത് അല്ലെ. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലെ, അനുസരിക്കാൻ മാത്രമേ നമ്മളൊക്കെ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്, കാരണം നമ്മളെ കയ്യിലുള്ള നമ്മളുടെ ഓണർഷിപ്പിലുള്ള സാധനങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ. ഇപ്പൊ നമുക്കൊരു വീട് ഉണ്ടെങ്കിൽ ആ വീട് നമുക്ക് ഒന്ന് നീട്ടാം, കുറുക്കാം, പുതിയ റൂം എടുക്കാം, ഉള്ള റൂം പൊളിച്ചു കളയാം. എന്നാലും നമുക്ക് വേറൊരാളെ റൂം വീട്ടിൽ പോയിട്ട് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഇത് മൊത്തം അള്ളാന്റേതാണ്. സുബ്ഹാനല്ലാഹ്, ആകാശവും ഭൂമിയും അള്ളാന്റേതാണ്, നിയമങ്ങൾ അള്ളാന്റേതാണ്. അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റും. അതാണ് നസ്ഖിന്റെ ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്താന്ന് വെച്ചാല് ശരീഅത്ത് നിയമങ്ങള് അള്ളാഹു സുബ്ഹാനഹു തആല റിവീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വഹി ഇറക്കുമ്പോൾ അതിനൊരു ഗ്രാജുവൽ
സിസ്റ്റം ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് ഇന്നതാണ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കുകയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. കാരണം പലപ്പോഴും അവസാനത്തെ അത് ശരിയായ കമാൻഡ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര പ്രയാസമായിരുന്നു വിശ്വാസികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും. ഇപ്പം ആൽക്കഹോളിന്റെ കാര്യം അല്ലേ, മദ്യപാനം നിർത്തലാക്കുക, അതിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പലപ്പോഴും ഉദാഹരണമായിട്ട് കണ്ടിട്ടുള്ളതാണ്. കാരണം അറേബ്യൻ സൊസൈറ്റിയിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ഫിത്നയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ ഭയങ്കര അഭിമാനത്തിന്റെ ഒരു സൂചനയും കൂടിയായിരുന്നു ആൽക്കഹോൾ അല്ലെ. അവരത്രമാത്രം കുടിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അവരുടെ അടുത്ത് ആദ്യം തന്നെ ഇത് ഹറാമാണ്, നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അള്ളാഹ്ക്ക് പറയാല്ലേ, അള്ളാഹിന്റെ പവർ കൊണ്ട് അള്ളാഹ്ക്ക് പറയാം. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം അള്ളാഹുവിന്റെ സൃഷ്ടികളെ, അത് അത്ര ഈസി അല്ല അവർക്ക് എന്നല്ലേ. അപ്പൊ ഭയങ്കര പ്രയാസം, എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ആയിട്ട് പോകും അവർക്ക്. അതുകൊണ്ട് അള്ളാഹു അത് ഗ്രാജുവൽ ആയിട്ട് അല്ലേ, കാരണം അവിടെ ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇന്നത്തെ കാലത്ത് ഡ്രഗ് അഡിക്ട്സ് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്നൊന്നും അതിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. നമ്മളൊരു റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലും ദിവസങ്ങളോളം എടുക്കും. ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും പിന്നെ അവർ അതിനകത്ത് പെട്ടുപോകും. അപ്പം എന്തൊരു കാര്യത്തിന്റെയും അഡിക്ഷൻ അത്ര ഈസി അല്ല. നമ്മൾ ആൽക്കഹോളിലേക്കൊന്നും പോണ്ടല്ലേ ഇന്നത്തെ കാലത്ത്. പോൺ അഡിക്ഷൻ ഒന്നും വേണ്ട. നമ്മളെ നാവ് കൊണ്ട് ഫിത്ന പറഞ്ഞ് ശീലിച്ച ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് മാറ്റൽ അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ ഇവിടെ അഡിക്ഷന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്, ഈ റൂളിലേക്ക് വന്നതല്ല. അപ്പം ആൽക്കഹോൾ നിർത്തലാക്കുന്ന കാര്യത്തിൽ, മദ്യപാനം നിർത്തലാക്കുന്ന കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗ്രാജുവൽ ആയിട്ടാണ് അള്ളാഹിന്റെ കമാൻഡ്സ് ഇറക്കിയത് അല്ലെ. ആദ്യം അള്ളാഹു പറഞ്ഞ് എന്താണ്, ശരിയാണ് ആൽക്കഹോളിൽ ചില ഗുണങ്ങളുണ്ട്, പക്ഷെ അത് കാരണമുള്ള തിന്മ അധികമാണ്, അത് കാരണമുള്ള അപകടം കൂടുതലാണ് പ്രയോജനത്തിനേക്കാളും. അപ്പം അതാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ മദ്യലഹരിയിലാണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെ. അപ്പം ഒരാള് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, അയാൾ മദ്യപിച്ച് അയാളുടെ ഹാങ് ഓവറിലാണെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റൂല അല്ലേ. അപ്പം അയാൾ ഓൾറെഡി വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേ മണിക്കൂറുകളോളം അയാൾക്ക് ലഹരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് പല നമസ്കാരങ്ങളും മിസ്സാവുമ്പോൾ ഗ്രാജുവലി ഒരു ചെറിയൊരു ചായ്വ് അല്ലേ, അതായത് നിസ്കാരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ അവർ ആ ഒരു ഇൻടേക്ക് കുറയ്ക്കും, അല്ലെങ്കിൽ അളവ് കുറയ്ക്കും, സമയം കുറയ്ക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത സ്റ്റേജിൽ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഹറാമാക്കി. അപ്പൊ ഗ്രാജുവൽ ആയിട്ട് കമാൻഡ്സ് റിവീൽ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു റീസൺ. അതായത് ഗ്രാജുവൽ ആയിട്ട് നിയമങ്ങൾ കൊണ്ടുവരിക, ഗ്രാജുവൽ ആയിട്ട് ആളുകൾ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൾക്കാരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളോട് അഡ്ജസ്റ്റ് ആക്കുക എന്നുള്ളതാണ് നസ്ഖിന്റെ വേറൊരു റീസൺ. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞത് വിശ്വാസികളെ പരീക്ഷിക്കുക എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് ആരാണ് ശരിയായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അല്ലെങ്കിൽ ഖുർആനിൽ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശരിയായ അനുസരണയുള്ള ആളുകളായിട്ട് ഉള്ളത്, അതോ ആരാണ് അവനവന്റെ ഇച്ഛകളെ ഫോളോ ചെയ്യുന്നത്, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നസ്ഖ് വന്നത്. ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത്, പലപ്പോഴും ഈ പുതിയതായിട്ട് കൊണ്ടുവരുന്ന റൂള് ഒക്കെ ആദ്യത്തത് ക്യാൻസൽ ഔട്ട് ചെയ്ത് രണ്ടാമത്തത് കൊണ്ടുവരുന്നത് മിക്കവാറും കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ആദ്യത്തെ റൂള് കൊണ്ടുവരാൻ അതിൻ്റെതായ കാരണങ്ങളും ഉണ്ടാവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. കൂടുതൽ പ്രയോജനപ്രദമായ റൂള് കൊണ്ടുവരാൻ വേണ്ടിയും കൂടിയാണ് നസ്ഖ്. ഇനി അഞ്ചാമത്തെ ഒരു റീസൺ എന്ന് വെച്ചാൽ, ചിലപ്പം ഒരു ബേർഡൻ, ഭയങ്കര ഭാരമേറിയിട്ടുള്ള ഒരു കാര്യം ഇനീഷ്യലി അത് ആ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഭാരമുള്ളത് അത് ലൈറ്റ് ആക്കി കൊടുക്കാനും കൂടി വേണ്ടി ആണ്. അതിന് നമ്മളുടെ ഉദാഹരണമാണ് എന്ത്, ഇദ്ദയുടെ കാര്യം. ഓക്കെ, ലൈറ്റ് ആക്കാൻ വേണ്ടിയും കൂടിയാണ് നസ്ഖ് കൊണ്ടുവരുന്നത്. ഇതും നസ്ഖിനെ കുറിച്ച് ഇനിയും ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഉസൂൽ തഫ്സീറൊക്കെ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക്. അപ്പം ഒരു റഫ് ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ആയത്തിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നസ്ഖ് അല്ലെങ്കിൽ റദ്ദാക്കല് ഖുർആനിക ആയത്തുകൾ അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന നിയമങ്ങൾ റദ്ദാക്കല് അത് റിയലാണ്, സത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ശരീഅത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ശരീഅത്ത് നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നസ്ഖുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ലോജിക്കലുമാണ്, അത് സെൻസ് ഇല്ലാത്ത ഒരു കാര്യം, വിഡിത്തമായിട്ടുള്ള ഒരു കാര്യം ഒന്നും അല്ല. അപ്പം യഹൂദികൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ, നിങ്ങൾ എന്ത് തോന്നിയ മാതിരിയാ, ഒരു ദിവസം ഒരു നിയമം വേറൊരു ദിവസം വേറൊരു നിയമം
അല്ലേ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്, വിശ്വാസികള് അവരുടെ ഇച്ഛകൾ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി അള്ളാഹ് ഒരു കൽപ്പന മാറ്റിക്കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്യോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത് കൊണ്ടുവന്നത്. ഒരുപാട് റീസൺസ് ഉണ്ട്, അത് ഒരുപാട് ലോജിക്കൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ചിലപ്പം ചില ഇൻസ്ട്രക്ഷൻസിലെ ഒരാൾക്ക് ഇന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, പിന്നെ ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അത് അങ്ങനെ വേണ്ട ഇങ്ങനെ. ഇപ്പൊ ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടുപോകുമ്പോൾ തുടക്കത്തിൽ കുറെ റൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും, പക്ഷെ പല സാഹചര്യങ്ങൾ കാരണം ഓക്കെ അത് അങ്ങനെയല്ല ഇങ്ങനെ. അപ്പൊ ആൾക്കാർ ഇതും നിങ്ങൾ തോന്നിയ മാതിരി റൂള് മാറ്റുകയാണോ, പക്ഷെ സിറ്റുവേഷൻസ് ആയിരിക്കാം കാരണം, അല്ലെ? ഇപ്പൊ നമ്മൾ തന്നെ ഈ ഒരു കോഴ്സ് സുബ്ഹാനല്ലാഹ് തുടങ്ങുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എക്സാം തുടങ്ങിയ ആ ഒരു സമയത്ത് വേറൊരു ഗ്രൂപ്പിൽ എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യമേ പറഞ്ഞാണല്ലോ ഇത് എക്സാം ഒന്നും ഇല്ലാത്ത കോഴ്സാണെന്ന്. സുബ്ഹാനല്ലാഹ്, അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, അല്ലെ? പിന്നീട് ആളുകൾ ഇതിനകത്ത് ശ്രദ്ധയില്ലാണ്ടും ക്ലാസ് കേൾക്കാണ്ടും ഒക്കെ ആയപ്പം എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം തോന്നി. അൽഹംദുലില്ലാഹ് ഒരുപാട് ആൾക്കാർ ഇപ്പൊ അതിന്റെ പേരിൽ അല്ലെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പം അതുപോലെ നിയമങ്ങൾ എന്താ പറയാ ഹലാലായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തൃപ്തികരമായ രീതിയിൽ നമുക്ക് ചിലപ്പം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മാറ്റേണ്ടി വരും, എന്തൊരു കാര്യത്തിനാണെങ്കിലും. അപ്പം അത് ലോജിക്കലാണ്, അലൗഡ് ആണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പുതിയ കമാൻഡ് തരുന്നുണ്ടെങ്കിൽ അതെപ്പോഴും മുമ്പുള്ള കമാൻഡിനേക്കാൾ എന്താണ് ഉത്തമമായിരിക്കും, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ളതാവും, അതിനകത്ത് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഐഹികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആകാശത്തും ഭൂമിയിലും അള്ളാഹ്ക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ കൽപ്പനകൾ മാറ്റാം. അതിന് ചോദ്യം ചെയ്യാൻ ആരും ഇല്ല, ഒന്നും ആർക്കും അവകാശവും ഇല്ല. നാലാമത്തെ ഒരു കാര്യം, ഈ ഗ്രാജുവൽ കമാൻഡ്, അതായത് ഗ്രാജുവൽ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അള്ളാഹു കൽപ്പനകൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് നമുക്കൊക്കെ ഒരുപാട് ലെസൺസ് ഉണ്ട്, അല്ലേ? നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 30, 40, 50, 60 വയസ്സിൽ മാറി തുടങ്ങിയവരായിരിക്കാം. പക്ഷെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളെ വീട്ടിലെ മുളയെന്ന് വിരിയാത്തതിനൊക്കെ നമ്മൾ ആവുന്ന പോലെ ആക്കാനുള്ള ഒരു ശ്രമം നമുക്കൊക്കെ പൊതുവേ തോന്നാറുണ്ട്, അല്ലെ? ഞാൻ ഇങ്ങനെയാണ്, അവരും അങ്ങനെ ആവട്ടെ. പക്ഷെ അള്ളാഹു എന്താണ്, ഗ്രാജുവലി ആണ് കമാൻഡ്സ് നടപ്പിലാക്കിയത്, അല്ലെ? 23 വർഷം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറക്കിയത്. അള്ളാഹ്ക്ക് ഒരു ദിവസം കൊണ്ട് പറ്റാഞ്ഞിട്ടാ? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാ? അല്ല, അല്ലെ? എല്ലാത്തിനും അതിന് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രത്യേകത. അള്ളാഹ്ക്ക് അറിയാം അവർക്ക് എപ്പം എന്ത് ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെ? ഇതിന് ഖുർആൻ ആണെങ്കിൽ പോലും ആദ്യം മക്കിയായിട്ടുള്ള സൂറത്തുകൾ മൊത്തം വിശ്വാസപരമായിരുന്നു, വൈബുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉറപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. മദനിയായ സൂറത്തുകൾ കർമ്മപരമായിരുന്നു. അപ്പം എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു 20 to ഒരു 40, 45 അല്ലെങ്കിൽ 50 ഇയേഴ്സിൽ ഒരു 30 കൊല്ലത്തിലെ ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെയാണ് ഒരു പക്ഷേ അന്ന് നമ്മൾ കേട്ടിട്ടുള്ള പല ഖുർആനിലെ ആയത്തുകളും പല കൽപ്പനകളും ഉൾക്കൊള്ളാൻ പ്രാപ്തരായത് ഒരു പക്ഷേ ഇപ്പോഴാണ്, അല്ലെ? എന്നാൽ നമ്മൾ ശ്രമിക്കുന്നതോ 10, 15, 20, 25 വയസ്സുള്ള മക്കളെ മേൽ ഇതൊക്കെ അടിച്ചേൽപ്പിക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അടിച്ചേൽപ്പിച്ചിട്ടില്ല, അല്ലെ? അപ്പം എല്ലാത്തിനും ഒരു ഗ്രാജുവൽ ഒരു സിസ്റ്റം ഉണ്ട്. അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹു നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്, അതിന് അള്ളാഹ്ക്ക് റീസൺസ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ലെസൺസ് നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്, പ്രവൃത്തിയിൽ കൊണ്ടുവരാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ആയത്ത് 107ാമത്തെ ആയത്ത്, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദി വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നിനക്ക് അറിഞ്ഞുകൂടെ അള്ളാഹുവിന് തന്നെയാണ് ആകാശഭൂമികളുടെ ആധിപത്യമെന്നും നിങ്ങൾക്ക് അള്ളാഹുവെ കൂടാതെ ഒരു രക്ഷകനും ഒരു സഹായിയും ഇല്ലെന്നും. വാക്കർത്ഥം നോക്കാം. അലം താലം, അലം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലം താലം, നിനക്ക് അറിഞ്ഞുകൂടെ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, നിനക്കറിയോ എന്നുള്ളതല്ല, നിനക്ക് അറിഞ്ഞുകൂടെ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആവുമ്പോ തന്നെ എന്താണ്, അതൊരു പിടിച്ചു കുലുക്കലാണല്ലേ. നിനക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ, അല്ലെ? നിനക്ക് അറിയോ എന്ന് ചോദിക്കുന്നത് ഇത്തിരിയും കൂടെ ഒരു റെസ്പെക്ട് ഉള്ള ചോദ്യമാണ്, അല്ലെ? നിനക്കിതറിയോ, നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നത് എന്താണ്, ഒരു പിടിച്ച് കുലുക്കലാണ്, അല്ലെ? അന്നല്ലാഹ, അള്ളാഹു എന്നത്, ലഹു അവനാണ്, മുൽക്ക് എന്താ, രാജവാഴ്ച, രാജത്വം, അസ്സമാവാത്ത് ആകാശത്തിന്റെ, വൽ അർദ് ആകാശങ്ങളുടെ, സമാവാത്ത് സമാന്റെ പ്ലൂരലാണ്, വൽ അർദി ഭൂമിയുടെ, വമാലക്കും നിങ്ങൾക്കില്ല, മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ, മിൻ വലിയ്യിൻ യാതൊരു രക്ഷാധികാരിയും. വലിയ ആക്ച്വലി വാവ് ലാം യാ എന്നുള്ള റൂട്ടിൽ നമ്മൾ വേറെ വാക്ക് കണ്ടിട്ടുണ്ട്, പക്ഷെ വലി എന്നുള്ള വാക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. വലാ നസീർ യാതൊരു സഹായിയും. ഓക്കെ, നിനക്ക് അള്ളാഹുവിനെ കൂടാതെ യാതൊരു സഹായിയും സംരക്ഷകനും ഇല്ല.
തഫ്സീർ നോക്കാം. അലം തഅലം, നിനക്കറിഞ്ഞൂടെ, അന്നല്ലാഹ, അള്ളാഹു ആണെന്ന്, ലഹു മുൽക്കു സ്സമാവാതി വൽ അർദി, അവനാണ് മുൽക്ക്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും, മുഴുവൻ ആകാശത്തിന്റെയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൽക്ക് ആർക്കാണ്? അള്ളാഹുവിനാണ് അല്ലെ. അസ്സമാവാത്, സമാന്റെ പ്ലൂറല്. ആരാണ് അതിന്റെയൊക്കെ ഓണർ? അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലെ. അപ്പം അള്ളാഹ് അതിനെയൊക്കെ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ആകാശങ്ങളെയും ഭൂമിയെയും ഓൺ ചെയ്യാന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ളതിനെല്ലാം അല്ലെ, അതിന്റെ ഉള്ളിലുള്ളതും അതിന്റെ ഇടയിലുള്ളതും ഒക്കെ ആർക്കാണ്? അള്ളാഹ്ക്കാണ്. ആകാശങ്ങൾ അല്ലെ, 7 ആകാശങ്ങളും അതിനകത്തുള്ളതും അതിന്റെ ഇടയിലുള്ളതും അതിന്റെ ഉള്ളിലുള്ളതും എല്ലാം ആർക്കാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഓണർഷിപ്പിലാണ് അല്ലെ. അപ്പം അതൊക്കെ ഉള്ള അള്ളാഹ്ക്ക് അള്ളാന്റെ കമാൻഡ് ചേഞ്ച് ചെയ്യാൻ അധികാരം ഇല്ലേ? ഓഫ് കോഴ്സ് അള്ളാഹ്ക്ക് ഉണ്ട് അല്ലേ. അപ്പൊ അതിനൊന്നും ചോദ്യം ചെയ്തൊന്നും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. സുബ്ഹാനല്ലാഹ്. അവരുടെ മെയിൻ ബനൂ ഇസ്രായേലിന്റെ മെയിൻ ചോദ്യം ഇതൊക്കെയായിരുന്നു അല്ലെ. നിങ്ങൾ എന്താ തോന്നിയ മാതിരി നിയമങ്ങൾ മാറ്റുന്നത്? ഇനി മുസദ്ദിഖുൻ ലിമാ മഅഹും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലെ. ഞങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ് നിങ്ങളുടേത്, എന്നിട്ട് നമ്മളെ കയ്യിലുള്ളതിന്റെ റൂൾ അല്ലല്ലോ നിങ്ങളുടേതെന്ന്. അള്ളാന്റേതാണിത്. അള്ളാന്റേതാണ് ആകാശവും ഭൂമിയും. അള്ളാഹ്ക്ക് ആകാശത്തിലും ഭൂമിയിലും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അള്ളാന്റെ കൽപ്പനകളിലും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. വമാലക്കും, നിങ്ങൾക്കില്ല, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, മിൻ വലിയൻ, ഒരു വലിയും, വല നസീർ, ഒരു സഹായകനും, ഒരു രക്ഷകനും ഒരു സഹായകനും. ഇവിടെ അള്ളാഹ്ക്ക് മുൽക്ക് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ സമാവാത്തിന്റെയും വല്ല അർദിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും മുൽക്ക് അള്ളാഹ്ക്കാണെന്ന് പറഞ്ഞു. ഏതൊക്കെ അർത്ഥത്തിലാണ് അള്ളാഹ്ക്ക് ഈ മുൽക്ക് ഉള്ളത്? രാജത്വമുള്ള, രാജവാഴ്ച, ഡൊമിനിയൻ ഉള്ളത് 3 രീതിയിലാണ് പറയപ്പെടുന്നത്. ഒന്ന്, അള്ളാഹു ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഓണർ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനകത്തുള്ള എല്ലാത്തിന്റെയും ഓണർ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല. ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന്, ഒരു പെന്ന്, ഈ പെന്ന് എന്റേതാണ്, ഞാൻ അതിന്റെ ഓണറാണ്, എന്റെ പൊസഷനിലാണ് ഉള്ളത്. അപ്പം അള്ളാഹുവിന്റെ മുൽക്ക് എന്ന് പറയുന്നത് ഒരു അർത്ഥം, അള്ളാഹു ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഓണർ. ഇനി 2, അതോറിറ്റി, അള്ളാഹ്ക്ക് എല്ലാത്തിന്റെ മുകളിൽ അധികാരമുണ്ട്. ഓണർഷിപ്പ് മാത്രമല്ല, നമ്മളിത് മുമ്പ് മാലിക് യൗമുദ്ദീൻ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഓണർഷിപ്പ് മാത്രമല്ല, അള്ളാഹ്ക്ക് എല്ലാത്തിന്റെയും അധികാരമുണ്ട്. അതായത് ഈ ആകാശത്തിലും ഈ ഭൂമിയിലും അതിനകത്തുള്ള എല്ലാത്തിന്റെയും സ്വഭാവങ്ങളില്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അള്ളാന്റെ പവറിലാണ്. അള്ളാഹ്ക്ക് മാറ്റാം, എപ്പോ വേണമെങ്കിലും മാറ്റാം അല്ലേ. ആകാശത്തിന്റെ നിറം മാറ്റാം, ആകാശത്തിന്റെ സ്വഭാവം മാറ്റാം. ചില സമയത്ത് ഇരുണ്ട് കറുത്ത് മഴ പെയ്യും, ചില സമയത്ത് വെളിച്ചവും വെയിലുമായിട്ടുണ്ടാവും അല്ലേ. ഭൂമിയുടെ സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാറ്റാം. ഭൂമിയുടെ എന്തൊക്കെയാ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം ഇതിന്റെയൊക്കെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും, ഇതിന്റെയൊക്കെ എല്ലാ എന്താ പറയാ കളറുകളും രീതികളും ആട്രിബ്യൂട്ട്സും ഒക്കെ അള്ളാഹ്ക്ക് മാറ്റാൻ പറ്റും. കാരണം ഇത് അള്ളാന്റെ അതോറിറ്റി ഉണ്ട് ഇതിന്റെ മുകളിൽ. അള്ളാഹ്ക്ക് ഓണർഷിപ്പ് മാത്രമല്ല, അള്ളാഹ്ക്ക് ഇതിന്റെ മുകളിൽ അതോറിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ പെന്നിന്റെ കാര്യം പറഞ്ഞല്ലേ, ഇതെന്റെ പെന്നാന്ന് പറയും, പെന്നിന്റെ കളർ ബ്ലാക്ക് ആന്ന് വിചാരിക്കാം. അതിനെ ബ്ലൂ ആക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല അല്ലേ. ഇത് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ ആക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്ന് കൊണ്ടുവന്നിട്ട് വേണം. ഈവൻ അതിനെ മഷി, അത് റീഫില് എഴുത്ത് ബ്ലൂ ആക്കണമെങ്കിൽ പോലും വേറെ റീഫിൽ ഇടണം അല്ലേ. പക്ഷെ അള്ളാഹ്ക്ക് ഉള്ള സാധനത്തിന് തന്നെ മാറ്റാൻ പറ്റും. കാരണം അള്ളാഹിന്റെ മുൽക്ക് എന്ന് പറയുന്നത് വെറും ഓണർഷിപ്പ് അല്ല, അതിന്റെ മുകളിൽ കംപ്ലീറ്റ് പവർ ഉണ്ട്, അധികാരമുണ്ട്. ഏത് രീതിയിൽ അള്ളാഹ്ക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും അല്ലേ. ഇപ്പം നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ചില മരങ്ങൾ കുറച്ച് മാസങ്ങളിൽ ഫുൾ ഗ്രീൻ ആയിരിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഫുള്ള് ഓറഞ്ച് ആയിട്ട് മാറും. പിന്നെയും കുറച്ച് മാസം കൂടെ കഴിഞ്ഞ് വിന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ മുകളിൽ ഒരൊറ്റ ഇലയും ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹ്ക്ക് അതിന്റെ ആട്രിബ്യൂട്ട്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ, അതിന്റെ സ്വഭാവങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അപ്പൊ നമ്മളുടെ ബോഡി അല്ലെ, നമ്മളുടെയൊക്കെ ശരീരം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഓണർഷിപ്പിലുള്ളതാണ് അല്ലെ. അപ്പൊ അള്ളാഹു അതിനെ വളരാൻ അനുവദിക്കുന്നുണ്ട്, പ്രായമാകാൻ അനുവദിക്കുന്നുണ്ട്, സമയമാകുമ്പം അതിന് ഫിനിഷ് ചെയ്യാനും അള്ളാഹ്ക്ക് പവർ ഉണ്ട്. അനുവദിക്കുന്നുണ്ടെന്നല്ല, അള്ളാഹ്ക്ക് പവർ ഉണ്ട്. നമ്മളുടെ മുകളിൽ കംപ്ലീറ്റ് അതോറിറ്റി അള്ളാഹ്ക്കാണ്. നമ്മളുടെ കഴിവുകളുടെ മേൽ കംപ്ലീറ്റ് അതോറിറ്റി അള്ളാഹ്ക്കാണ്. അപ്പൊ അള്ളാഹിന്റെ മുൽക്ക്, 1 ഓണർഷിപ്പ്, 2 അധികാരം. ഓക്കെ, അള്ളാഹു ആണ് അതിന്റെയൊക്കെ ആകാശത്തിന്റെയും ഭൂമിയിലെയും അതിനകത്തുള്ള സകലതിന്റെയും ഓണർ. ഓക്കെ, 2 അള്ളാഹ്ക്ക് അതിന്റെ മേലെ അധികാരമുണ്ട്. 3 തദ്ബീർ, അതിന്റെ പ്ലാനിങ്, എന്തൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അള്ളാഹ്ക്ക് പറ്റും, അള്ളാഹ്ക്ക് ചെയ്യാനും പറ്റും.
ഓരോന്നിന്റെയും ആകാശത്തിന്റെയും ഭൂമിയിലുമുള്ള ഓരോ കാര്യങ്ങൾക്കും അതിന്റെ ഖദർ, അതിന്റെ ഫേറ്റ്, അതിന്റെ വിധി നിശ്ചയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിലേ അതിന്റെ കാര്യങ്ങൾ നടത്തുള്ളൂ. അപ്പൊ 3 രീതിയിലാണ് അള്ളാഹുവിന്റെ മുൽക്ക്. അതൊക്കെ അള്ളാഹു എന്താ പറഞ്ഞത്? അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർദ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും മുൽക്ക് എനിക്കാണെന്ന് നിങ്ങൾക്ക് അള്ളാഹ്ക്കാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ യാതൊരു വലിയും ഇല്ല, യാതൊരു നസീറും ഇല്ല, സഹായവും ഇല്ല. ആരാണ് വലി? വലി വാവ് ലാം യാ. വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഫ്രണ്ട് ആക്കുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തിട്ട് നമുക്ക് പ്രയോജനങ്ങൾ, നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആള്. ഓക്കെ, ഹൈറ് കൊണ്ടുവരുന്ന ഒരാള്. ഇപ്പൊ നമുക്കറിയാം ഒരു പെൺകുട്ടിയുടെ വലിയാണ് ജനറലി ടെക്നിക്കലി അവളുടെ പിതാവ്, അല്ലെ? പിതാവ് എപ്പോഴും എന്താണ്? അവൾക്ക് ഹൈറാണ് കൊണ്ടുവരിക, അവളെ ടേക്ക് കെയർ ചെയ്യും, അല്ലെ? അവൾക്ക് ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ കൊണ്ടുവരിക അവളുടെ പിതാവാണ്. അപ്പം വലിയാണ്. അവളുടെ വിദ്യാഭ്യാസം ആണെങ്കിൽ അവൾക്കൊരു നല്ല ഇണയെ കൊണ്ടുവരുന്നതൊക്കെ ആരായിരിക്കും? പിതാവായിരിക്കും. അപ്പം അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഹൈറ് കൊണ്ടുവരാൻ വേറെ ആരുമില്ല. നിങ്ങളിപ്പോ അള്ളാഹ്ക്ക് അധികാരമുള്ള അള്ളാഹിന്റെ നിയമങ്ങൾ മാറ്റുന്നതിന് നിങ്ങൾ ചോദ്യം ചെയ്യുന്നെന്ന് വെക്കുക. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അള്ളാഹുവിനാണ് ഈ ആകാശത്തിന്റെയും ഭൂമിയുടെ ഒക്കെ മുൽക്കെന്ന്? ഇനി നിങ്ങൾ ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ടോ രക്ഷപ്പെടാന്ന് പോകുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് വേറെ വലിയുണ്ടോ? ഇല്ല, അല്ലെ? നിങ്ങളെ ഇതൊക്കെ പറഞ്ഞ എന്താ അങ്ങനെ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്തിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹിനെ കൂടാതെ വലിയുണ്ടോ? ഇല്ല. വലാ നസീർ. നസീർ നൂൻ സ്വാദ് റ, നസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാം. നസീർ എന്ന് പറഞ്ഞാൽ ഏതൊരാളെയും എന്തെങ്കിലും തിന്മകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് സഹായിക്കുന്ന, രക്ഷപ്പെടുത്തുന്ന ഒരാൾ. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ നസീർ ഇല്ല. അപ്പൊ അള്ളാഹ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നന്മ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ ആർക്കും കൊണ്ടുവരാൻ പറ്റൂല. അതുപോലെ അള്ളാഹു നിങ്ങളിലേക്ക് എന്തെങ്കിലും തിന്മ അയച്ചു കഴിഞ്ഞാൽ ആർക്കും അതിനെ തടയാനും പറ്റൂല. നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ വേറെ ആരും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തിനാണ് അള്ളാഹു ഇത് ഇവിടെ പറയുന്നത്? അപ്പൊ നമ്മളിപ്പോ കുറച്ചു മുമ്പേ നസ്ഖിന്റെ കാര്യം പറഞ്ഞു, അല്ലെ? നസ്ഖോ, അതിപ്പോ എന്താ? അതിങ്ങനെ തോന്നിയ മാതിരി കൽപ്പന മാറ്റുക, എന്നിട്ട് അള്ളാഹു പറഞ്ഞതാന്ന് പറയാ, ഒരു ദിവസം ഒന്ന് പറയാ, വേറൊരു ദിവസം വേറൊന്ന് പറയാ, അല്ലെ? എന്നെ കൊണ്ട് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റൂല. കിബില മാറ്റേ, എന്നെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇതുവരെ ചെയ്തതേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അയാൾ എന്താ ചൂസ് ചെയ്യുന്നത്? അയാളുടെ സ്വന്തം തോൽവി, അയാളുടെ സ്വന്തം നാശം, അല്ലെ? അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നെന്ന് വെച്ചിട്ട് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കൽപ്പനയെ, അത് നസ്ഖ് ചെയ്തതാവണം എന്നില്ല, അള്ളാഹ് പറഞ്ഞ ഏതൊരു കൽപ്പനയിൽ നിന്നും നമ്മളെ നഫ്സ് കൊണ്ട് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല, അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ നഫ്സ് കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവന് ആരാണ്? വേറൊരു വലിയും ഇല്ല, വേറൊരു നസീറും ഇല്ല. അപ്പം വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹ്ക്ക് കീഴൊതുങ്ങിക്കോ, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാശം, തോൽവി തിരഞ്ഞെടുത്തു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നവരെ തൊട്ട് അത്തരത്തിൽ പെടുന്നവരെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒന്നും തന്നെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കാനുള്ള പ്രാപ്തി നമുക്കില്ല, അല്ലെ? അള്ളാഹുവിനാണ് മുൽക്കു സമാവാതി വൽ അർദ്. അള്ളാഹ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഒരു സഹായം ഉണ്ടാവില്ല, ഒരു വലിയ ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹുവിന്റെ വലിയ വിലായത്ത് അല്ലെങ്കിൽ നസ്ർ നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹിനെ അനുസരിക്കുക, കീഴൊതുങ്ങുക എന്നുള്ള ഒരു ഓപ്ഷനേ നമ്മൾക്കുള്ളൂ. അള്ളാഹിന്റെ നിയമങ്ങൾ അള്ളാഹ്ക്ക് മാറ്റാം, അള്ളാഹ്ക്ക് മറിക്കാം, അള്ളാഹ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളെ ശരീരത്തിന് അള്ളാഹ് എന്ത് വേണമെങ്കിലും ചെയ്യുന്നുണ്ട്, അല്ലെ? നമുക്ക് രോഗം വരുത്തുന്നുണ്ട്, നമ്മുടെ രോഗങ്ങൾ മാറ്റുന്നുണ്ട്, നമുക്ക് ഭംഗി തരുന്നുണ്ട്, നമ്മളെ ഭംഗി ഇല്ലാണ്ടാക്കുന്നുണ്ട്, അല്ലെ? നമ്മളെ പ്രായം കൂട്ടുന്നുണ്ട്, നമുക്ക് ആരോഗ്യം തരുന്നുണ്ട്, ആരോഗ്യം പിടിച്ചു വെക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ മരിക്കുന്നുണ്ട്, കുറെ പ്രായമായിട്ട് മരിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാന്റെ കൺട്രോളിലാണ്. പിന്നെ നമ്മൾ അള്ളാഹിനെ ചോദ്യം ചെയ്യുന്നത് നമ്മളുടെ തോൽവി തെരഞ്ഞെടുക്കുന്നത് പോലെയാണ്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അടുത്ത ആയത്ത് 108. അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബൽ വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാനി ഫഖദ് ضل സവാഅ സബീൽ.
മുമ്പ് മൂസായോട് ചോദിക്കപ്പെട്ടതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോടും ചോദിക്കുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധത്തെ സ്വീകരിക്കുന്നവരാരോ അവർ നേർമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിരിക്കുന്നു. വാക്കർത്ഥം അല്ലെങ്കിൽ, തുരീദൂന, ഇറാദ, റാ, വാവ്, ദാൽ. ഉദ്ദേശം, ആഗ്രഹം, നിങ്ങൾക്ക് അതാണോ നിങ്ങളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അൻതസ് അലു, ചോദിക്കാൻ. സീൻ, ഹംസ, ലാം, സുആൽ, സഅല എന്നൊക്കെ പറഞ്ഞ ചോദ്യം, ചോദിക്കുക ആണ്. അൻതസ് അലു, നിങ്ങൾ ചോദിക്കാൻ. റസൂലക്കും, നിങ്ങളുടെ റസൂലിനോട്. ഖമാ സുഇല, ക എന്ന് പറഞ്ഞ പോലെ, മാ യാതൊന്ന്, സുഇല ചോദിക്കപ്പെട്ടത്. ഓക്കെ, അപ്പം ചോദിക്കപ്പെട്ടതുപോലെ മൂസ അലൈഹി ഇസ്ലാമിനോട്, മിൻ ഖബൽ, മുമ്പ്. ഓക്കെ, മൂസ അലൈഹി ഇസ്ലാമിനോട് മുമ്പ് ചോദിക്കപ്പെട്ടതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വമൻ, ആര്, യതബദ്ദല, പകരം എടുക്കുക, എക്സ്ചേഞ്ച് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ, പകരം സ്വീകരിക്കുന്നു. അൽ കുഫ്ര, സത്യനിഷേധത്തെ. ബിൽ ഈമാനി, സത്യവിശ്വാസത്തിന്, ഈമാനിന് പകരം. ഫഖദ് ളല്ല, അപ്പോൾ നിശ്ചയമായും, ളല്ല, അവൻ വഴി പിഴച്ചുപോയി. സവാഅ, ശരിയായതിൽ നിന്ന് അല്ലെങ്കിൽ മധ്യത്തിൽ നിന്ന്. അസ്സബീൽ, മാർഗം. ഓക്കെ, ശരിയായ മാർഗത്തിൽ നിന്ന് അവൻ വഴിപിഴച്ചു പോയിരിക്കുന്നു. തഫ്സീർ നോക്കാം. അം തുരീദൂന, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? റാ, വാവ്, ദാൽ, ഇറാദ. ഇറാദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശ, നിയത്ത്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നൊക്കെ. അപ്പം ഇവിടെ സത്യവിശ്വാസികളും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിലേക്കൊക്കെയാണോ അയക്കപ്പെട്ടിട്ടുള്ളത് അവരെല്ലാം അഡ്രസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതിൽ സത്യവിശ്വാസികൾ പെടും, യഹൂദി നസാറ അവര് പെടും, പ്ലസ് മുശ്രിക്കീങ്ങൾ പെടും. അപ്പൊ എല്ലാരോടും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, എന്താണ്? അം തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? അൻ തസ് അലു, ചോദിക്കാൻ. തസ് അലു, സീൻ ഹംസ ലാം, സുആൽ, ചോദ്യം. ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഒരാളെടുത്തല്ലേ, എന്താണ് ചോദ്യം? ഒരാളടുത്ത് എന്തെങ്കിലും ഒരു കാര്യം എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുക. അതല്ലെങ്കിൽ നമുക്കിത് മനസ്സിലായില്ലല്ലോ, ഇതെന്താ സംഭവം എന്നുള്ള, അതിനൊരു സെൻസ് ഇല്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഇതെന്താണെന്ന് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം നമ്മൾ അവർ ഓൾറെഡി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഡിമാൻഡ് ചെയ്യാം. ഇന്നത് ചെയ്യ്, അപ്പോഴേ ഇന്നത് നടക്കൂ എന്നുള്ള പോലെ ഒരു കാര്യത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യാം. അപ്പം സുആൽ അല്ലെങ്കിൽ തസ് അലു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ അർത്ഥം വരാം. ഒന്ന്, ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാവാത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, കൂടുതൽ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുക. രണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ഡിമാൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആരോട്? റസൂലക്കും, നിങ്ങളുടെ പ്രവാചകൻ, നിങ്ങളുടെ മെസ്സഞ്ചറിൽ നിന്ന്, നിങ്ങളുടെ റസൂലിൽ നിന്ന്. ആരാണ് റസൂല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ റസൂലിൽ നിന്ന്, റസൂലിനോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റസൂലിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്ത്, എങ്ങനെ? ഖമാ സുഇല മൂസ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കപ്പെട്ടതുപോലെ. അപ്പൊ ആരാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത്? ബനു ഇസ്രായേൽ, അല്ലെ. അവർ ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചു, ഒരുപാട് ഡിമാൻഡ്സും ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അവരുടെ കാലടികളാണോ പിന്തുടരാൻ പോണത്? അവര് ചെയ്ത പോലെയാണോ നിങ്ങൾ ചെയ്യാൻ പോണത്? ഈ ഒരു ആയത്തില് ബേസിക്കലി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഡിമാൻഡ്സും ഒക്കെ വെക്കുന്നതിനെ തൊട്ട് തടയാണ്, അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യണം. അതങ്ങനെ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയണം. ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഡിമാൻഡ്സും. നമുക്കറിയാം, മുശ്രിക്കീങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു, ഒരുപാട് ഡിമാൻഡും ചെയ്യായിരുന്നു. സൂറത്ത് ഇസ്രായിൽ 90-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബൂഅ. അവർ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഉറവ ഒഴുക്കി തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയേയില്ല. ഓക്കെ, മുശ്രിക്കുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഭൂമിയിൽ നിന്ന് ഒരു ഉറവ നീ പൊട്ടി ഒഴുക്കിച്ചതാ, അപ്പൊ ഞങ്ങൾ നിന്നെ നബിയായിട്ട് അംഗീകരിക്കാം, അതുവരെ ഞങ്ങൾ അംഗീകരിക്കൂല, അതുവരെ ഞങ്ങൾ വിശ്വസിക്കൂല. അപ്പൊ അവരിതുപോലെ പല കാര്യങ്ങളും പറയാം, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ സ്വീകരിക്കാം. അവര് പറയുന്നത് കേട്ടായിരിക്കും അവർക്ക് ഭൂമിയിൽ എന്ത് ഖൈറും കൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്, അല്ലെ. അപ്പം അവർ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഡിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. ഈവൻ യഹൂദികളുടെ കാര്യമാണെങ്കിലും നമ്മൾ കണ്ടു, അല്ലെ. അവരിതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ചോദിക്കും. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ നബി തന്നെയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ പ്രശ്നം? നിങ്ങൾ അവരുടെ അതേ കാലടികൾ പിന്തുടരാൻ പോവുകയാണോ? ബനു ഇസ്രായേൽ മുമ്പ് ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യാൻ പോവാണോ? അവർ മൂസ അലൈഹി ഇസ്ലാമിന് കുറെ ചോദ്യങ്ങൾ ചോദിച്ചും കൊടുക്കാറുണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ഡിമാൻഡും ചെയ്യാറുണ്ടായിരുന്നു, അല്ലെ? അപ്പം അതുപോലെ ആവാൻ പോവാണോ? കാരണം നിങ്ങൾക്കറിയാം അവരുടെ വിധി എന്തായിരുന്നു അല്ലെ? അവർക്ക് അവസാനം എന്താ സംഭവിച്ചത്? അവര് നഷ്ടക്കാരപ്പെട്ടു പോയി, അവര് തോറ്റുപോയി, അല്ലേ? അപ്പം അവരുടെ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങളും അതേ സ്ഥലത്ത് തന്നെ എത്തുള്ളൂ. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബനു ഇസ്രായേൽ ചോദിച്ചത്? നമുക്കറിയാം അല്ലെ? പശുവിന്റെ സ്റ്റോറി നമ്മൾ കേട്ടതാണ്. അവര് പശുവിനെ അറക്കാൻ പറഞ്ഞപ്പം റിപ്പീറ്റഡ്ലി ഉദുലന റബ്ബക്, ഉദുലന റബ്ബക് എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങളോട് ചോദ്യങ്ങളായിരുന്നു, അല്ലെ? എന്ത് തരത്തിലുള്ള ഡിമാൻഡുകളാണ് അവർ വെച്ചത്? സുബ്ഹാനല്ലാഹ്, അതും നമ്മൾ കണ്ടതാണ്, അല്ലെ? അവരുടെ ഒരു ഡിമാൻഡ് ആയിരുന്നു, ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കേയില്ല എന്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങള് പ്രത്യക്ഷത്തിൽ കാണുന്നത് വരെ, അല്ലെ? അത് ഒന്ന്, അതുപോലെ കുറെ ഉണ്ടായിരുന്നു അവരുടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് ചോദ്യങ്ങളും ചോദിച്ച് ഡിമാൻഡുകളും വെച്ച്, അല്ലെ, ഇത്തരത്തില് മൂസ അലൈഹി ഇസ്ലാമിനെ കുഴക്കിക്കൊണ്ടിരുന്നായിരുന്നു. അതുപോലെ നിങ്ങൾ അവരെ പോലെ ആവാൻ നോക്കുകയാണോ? എങ്കില് അവരുടെ അവസാനം തന്നെയായിരിക്കും നിങ്ങൾക്ക്, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ, ആര് കുഫ്റിന് ഈമാനിന് പകരം കുഫ്റിനെ സ്വീകരിച്ചോ. യതബദ്ദൽ ബദലം ബദൽ തബ്ദീൽ, ഓക്കെ, മാറ്റുക, ഒന്നിനെ വേറൊന്ന് വെച്ച് റീപ്ലേസ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പൊ ആര് ഈമാനിനെ കുഫ്ർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നോ, ഓക്കെ, ആർക്ക് ഈമാൻ ഉണ്ടായിരുന്നു പക്ഷെ പകരം അവൻ അതിനെ കുഫ്ർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, ഫഖദ് ضل സവാഅ സബീൽ, നിശ്ചയമായും അവൻ നേരായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. ضل ضاد ലാമ ലാമ, ഓക്കെ, വഴി തെറ്റിപ്പോവാ, ضلال. സവാ, സവാ എന്ന് വെച്ചാൽ സീൻ വാ യ, ശരിയായ നേരായ അല്ലെങ്കിൽ മിഡിൽ മധ്യമത്തിലുള്ള വഴി എന്നാണ് സവാ എന്നർത്ഥം. അസബീൽ വഴി, സവാ അസബീൽ എന്ന് പറഞ്ഞാല് നേരായ വഴി അല്ലെങ്കിൽ മധ്യമത്തിലുള്ള മിഡിൽ ആയിട്ടുള്ള വഴി. അപ്പൊ നമ്മളൊരു മെയിൻ ഹൈവേക്കൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ നേരെ നമ്മൾ എത്തേണ്ട ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ നേരെ ഹൈവേ പിടിച്ച് പോയാൽ മതി, അല്ലെ? അതേ സെയിം റൂട്ടിൽ പോവാ. ഇനി നമുക്ക് അറിയാണ്ട് ചിലപ്പം വലത്തോട്ടോ ഇടത്തോട്ടൊക്കെ വഴി മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വഴി തെറ്റലായി. അപ്പം മധ്യമ വഴി അല്ലെങ്കിൽ നേരായ വഴി, ആ വഴിയിൽ നിന്ന് വഴി തെറ്റിപ്പോയവരാണ് ആര്? അവിശ്വാസത്തിന്, അതായത് ഈമാനിന് പകരം അവിശ്വാസത്തിന്, അതായത് ഈമാൻ ലഭിച്ചതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് പകരം കുഫ്ർ സ്വീകരിച്ചത്, സത്യനിഷേധത്തെ സ്വീകരിച്ചവര്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയെ അനുസരിക്കൂല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചവര്, അവര് വഴിതെറ്റിക്കഴിഞ്ഞു. അപ്പൊ നമ്മള് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും, അല്ലെ, ഒരുപാട് ഡിമാൻഡുകൾ വെക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് അള്ളാഹുവിൽ വിശ്വസിക്കുള്ളൂ, അള്ളാഹിനെ അനുസരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരെന്തായി? വഴി തെറ്റിയവരായി, അല്ലെ? അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടവരായി, ഈമാൻ കുഫ്ർ കൊണ്ട് റീപ്ലേസ് ചെയ്തവരായി. നമുക്കറിയാം ബനു ഇസ്രായേല് ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഡിമാൻഡ്സും ആയിരുന്നു, അല്ലെ? അവസാനം അവർക്ക് എന്താ സംഭവിച്ചത്? തുമ്മ ഫസത് ഖുലൂബുക്കും, അവരുടെ ഹൃദയങ്ങള് കടുത്തുപോയി, എക്സ്ട്രീംലി ഹാർഡായി പോയി, അല്ലെ? അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് കൽപ്പന കൊടുത്തിട്ടും അവരുടെ ഉള്ളിലേക്ക് കയറിയില്ല, എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അവരിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. അപ്പം അവരെ പോലെ നിങ്ങൾ ആവരുത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഒരുപാട് ഡിമാൻഡുകൾ വെച്ച്, അല്ലെ, അങ്ങനെയാണെങ്കിലേ ഞാൻ വിശ്വസിക്കുള്ളൂ, ഇങ്ങനെയാണെങ്കിലേ ഞാൻ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അല്ലെ? ഒരുപാട് ചോദ്യങ്ങളും ആണെങ്കിൽ, അനാവശ്യമായ റെലവന്റ് അല്ലാത്ത, നമുക്ക് ഗുണത്തിന് പകരം ദോഷം കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മളുടെ അവസാനം അവരെ പോലെ ആയിരിക്കും. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ദീനില് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നൊന്നും പറയുന്ന ദീനല്ല. ഓക്കെ, നമ്മൾ ദീനിൽ നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ, അല്ലെ? നമ്മളുടെ അമലുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റെലവെന്റ് ആയിട്ടുള്ള പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തന്നെ എന്താ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഖുർആനിൽ തന്നെ എന്തെങ്കിലും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പം ഒരു സഹാബിയുടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരൊറ്റ ചോദ്യം, ഓക്കെ, ഒരൊറ്റ പ്രോബ്ലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന് ഒരു ആൻസർ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് അദ്ദേഹം മദീന വരെ യാത്ര ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതായിട്ട് ഒരു റെഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള നമ്മളുടെ അമലുകളുമായിട്ട് ബന്ധപ്പെട്ട അതിന് പ്രയോജനമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചോദിക്കാം, മനസ്സിലാക്കാം.
ഓക്കെ. ഇനി അതല്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. കാരണം അത് നമ്മൾ പോലും അറിയാതെ നമ്മളെ വഴികേടിലാക്കും, നമ്മുടെ ഈമാൻ ഉണ്ടാക്കും. ഈമാനിന് പകരം ചിലപ്പം അവിടെ സത്യനിഷേധത്തെ സ്ഥാപിക്കും. ഓക്കെ. അപ്പം പ്രത്യേകിച്ച് ഈ ഏത്തീസ്റ്റുകൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ തന്നെ ബന്ധത്തിലും അറിവുകളിലും കുടുംബങ്ങളിലും ഒക്കെ അത്തരത്തില് വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായേക്കാം. ഞാൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ഫാമിലി ഗ്രൂപ്പുകളിൽ പലരുടെയും സ്വന്തക്കാര് സ്റ്റേറ്റസ് ഇടുന്നതായിട്ടും, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റസ് ഇട്ട് അവർ ചോദ്യം ചെയ്യുന്നതായിട്ടും, ഓ അള്ളാഹ്ക്കെല്ലാം കഴിയെങ്കിൽ അള്ളാഹ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാ അങ്ങനെ, ഇതെന്തുകൊണ്ടാ ഇങ്ങനെ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ ഒരുപാട് അവർ ചോദിക്കുന്നത് കാണാം. അപ്പം എന്തെങ്കിലും പ്രയോജനം, അപ്പൊ പലപ്പോഴും നമ്മൾ അതിന് ഉത്തരം തേടാൻ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ. അവരങ്ങനെ ചോദിച്ചു, അവർക്ക് ആൻസർ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ ചോദിക്കുക, അതിൽ എന്തെങ്കിലും എന്റെ നിസ്കാരത്തിന് ഹെൽപ്പ് ചെയ്യോ, എന്റെ സ്വതക്കകളെ ഹെൽപ്പ് ചെയ്യോ, എന്റെ സത്യസന്ധതയെ ഹെൽപ്പ് ചെയ്യോ, എന്തെങ്കിലും രീതിയിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ അത് എനിക്ക് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ അതിനുത്തരം തേടാം. അത് നമ്മളുടെ അമലുകളോ നമ്മളുടെ ഇബാദത്തുകളും അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂട്ടുന്നതിന് ഒരു തരത്തിലും ഹെൽപ്പ് ആവൂല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഈമാനിനെ ഇല്ലാണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്, നമ്മളുടെ വിശ്വാസത്തിനെ വീക്കൻ ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഒരു സെൻസും ഇല്ലാത്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് മാറി നിൽക്കുക. നമ്മുടെ അമലുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, അള്ളാഹുമായിട്ട് നമ്മളുടെ അടുപ്പത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് സേഫ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരിൽ നിന്നാ വരാ, ഒരു രീതിയിലും ഈമാൻ ഇല്ലാത്ത, ഒരു രീതിയിലും തഖ്വയില്ലാത്ത, അള്ളാഹുവിനെ പേടിയില്ലാത്ത ആൾക്കാരിൽ നിന്ന് മാത്രമേ വരുള്ളൂ. അതിൽ നിന്ന് മാറി നിൽക്കുക. അപ്പം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പല രീതിയിലുള്ള വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള ഡിസ്കഷൻസ്, മുസ്ലിങ്ങൾ ആയിട്ടുള്ള ഡിസ്കഷൻ, അപ്പൊ അവര് ഒരുപാട് ചോദ്യങ്ങൾ അതിനിടയ്ക്ക് അവർ ചോദിക്കും അല്ലെ. പലപ്പോഴും അവർക്ക് നമ്മളിൽ തന്നെ ഒരു സംശയത്തിന്റെ വിത്ത് പാകാൻ വേണ്ടി ആയിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആരെങ്കിലും നമ്മളെ അടുത്ത് സംശയം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പം ഭയങ്കര ക്ലെവർ ആയിട്ട് തോന്നാം നമുക്ക് ആ ക്വസ്റ്റ്യൻ. ശരിയാണല്ലോ, ഇതെന്താ ഞാൻ ഇതുവരെ ചിന്തിച്ചില്ലേ, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം എന്താന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അത് അവരുടെ ചോദ്യത്തിന്റെ പിന്നിൽ പലപ്പോഴും എന്താണ്, നമ്മളുടെ ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അവർക്കേ വിശ്വാസമില്ല, അപ്പൊ നമുക്കും കൂടെ ആ ഒരു വിശ്വാസക്കുറവ് ഇട്ട് തരാന്നുള്ള ഉദ്ദേശമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതിൽ പെടാതെ മാറി നിൽക്കാൻ ശ്രമിക്കുക. എന്തൊരു ക്വസ്റ്റ്യൻ, ഈവൻ ഖുറാനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ശരീഅത്തിനെ കുറിച്ചും ഒക്കെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും ആദ്യം തന്നെ നമ്മളോട് തന്നെ ചോദിക്കുക, ഇത് എന്നെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യോ, എന്റെ ഇബാദത്തുകൾ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യോ, എന്റെ അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള ബന്ധത്തിന്, എന്റെ സ്വഭാവത്തിന്, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ എന്റെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ട്, എന്റെ അമലുകൾ നന്നാക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യോ. ഇല്ല എന്നുണ്ടെങ്കിൽ മാറി നിന്നേക്കുക. എന്തിനാ വെറുതെ അല്ലെ. നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. കാരണം നമ്മള് റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദൻ നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. അപ്പം ആ ഒരു കാര്യം മനസ്സിലേക്ക് എടുത്ത ആളുകളാണ് നമ്മൾ. ഇതിൽ തൃപ്തരാണ് അല്ലെ. അള്ളാഹുവില്, നമ്മളുടെ ദീനില്, നമ്മളുടെ പ്രവാചകനിൽ തൃപ്തരാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് വൈബായിട്ടുള്ള, നമുക്ക് അറിയാത്ത അല്ലെ, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യം അല്ല. അള്ളാഹു പറഞ്ഞു, നമ്മൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. അതെന്ത് എങ്ങനെയെന്നൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമ്മൾ ജീവിതകാലം മുഴുവനും റിസർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരുപക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം വൈബാണ്, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതൊക്കെ നമ്മളുടെ ഈമാന്റെ ഭാഗങ്ങളാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ, നമുക്കത് മതി. കാരണം ഇതൊന്നും ഇനി നമ്മളുടെ ചോദ്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വഹി വരാനൊന്നുമില്ല അല്ലെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മുടെ റബ്ബാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ റസൂലാണ്, ഇസ്ലാം നമ്മളുടെ ദീനാണ്, നമ്മൾ അതിൽ തൃപ്തരാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മളെടുത്ത് ചോദിക്കുള്ളൂ. ഇതിനെ സഹായിക്കുന്ന അമലുകൾ, ഇതിനെ സഹായിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് വേണ്ടതുള്ളൂ. അപ്പോൾ ഒരു അമുസ്ലിം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ തന്നെ മുസ്ലിം ആയിട്ട് ജനിച്ചിട്ട് ശരിയായ അഹ്ലുസുന്ന വൽ ജമാഅ അല്ലാത്ത വിശ്വാസങ്ങളുമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ ഇതുപോലെ നമ്മളുടെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കുകയോ എന്തെങ്കിലും ഡിസ്കഷനോ എന്തെങ്കിലും സ്റ്റേറ്റസോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് പ്രയോജനം ഉണ്ടാക്കുമോ? ഇല്ല, മാറി നിൽക്കുക. കാരണം അത് നമ്മളുടെ ഈമാനിനെ ബാധിക്കും.
ഇനി അവർക്ക് എന്തെങ്കിലും ആൻസർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് വെക്കാം. ഓക്കെ, അതൊരു പെട്ടെന്നൊക്കെ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആരുടെങ്കിലും ചോദിച്ചുത്തരം കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, അൽഹംദുലില്ലാ, അത് ചോദിക്കുക, കൊടുക്കുക. അതിനപ്പുറത്തേക്ക് അതിന് ചെകഞ്ഞ് പോയിട്ട് നമ്മുടെ ഈമാനെ തന്നെ ബാധിക്കുന്നതിനേക്കാളും സേഫ് അവരോട് എന്ത് പറയുന്നതാണ്? അള്ളാഹു ആലം, അല്ലേ? നമുക്കിപ്പോ നമ്മളെ വിശ്വാസം അവരെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? നമുക്ക് അള്ളാഹു നമ്മളോട് പറഞ്ഞോ, നമ്മൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് വലിയ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്നുള്ള പ്രശ്നമൊന്നും നമുക്കില്ല. ഇനി അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു ഉത്തരം തേടിയിട്ട് നമ്മളുടെ ഉള്ള ഈമാനം കളയേണ്ട ആവശ്യമില്ല. അവരുടെ അടുത്ത് എന്താ പറയാ? അള്ളാഹു ആലം, അള്ളാഹ്ക്കേ അറിയുള്ളൂ, അല്ലെ? അവര് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അതൊന്നും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം, അല്ലേ? ആരാണ് മുൽക്കു സമാവാത്തി വല്ലാർന്നുള്ള ആരുടെ കയ്യിലാണുള്ളത്? അള്ളാഹിന്റെ കയ്യിലാണുള്ളത്, അല്ലേ? അള്ളാഹ് മാത്രമേ വലിയുള്ളൂ, അള്ളാഹ് മാത്രമേ നസീറുള്ളൂ. അത് അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം ഇതുപോലെ സംശയത്തിന്റെ വിത്തുകൾ പാകുന്ന കാര്യങ്ങളുമായിട്ട് വരുന്നതിനൊക്കെ എന്താണ്, നമ്മളുടെ ഈമാനെ ബാധിക്കാത്ത രീതിയിൽ മാറി നിൽക്കാൻ ശ്രമിക്കുക. കാരണം പല കാര്യങ്ങളിലും നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവേ ഉള്ളൂ. ഈവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫത്തുകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു എന്താണോ പറഞ്ഞത് അതേ നമുക്കറിയുള്ളൂ. അതിനപ്പുറം അള്ളാഹ് അതെങ്ങനെ ആയിരിക്കുന്നാലും അള്ളാഹിന്റെ ആ കാര്യം നമുക്ക് ചിന്തിക്കാൻ പാടേയില്ല, അല്ലെ? അത് തൗഹീദ് അൽ അസ്മാവ് സിഫാത്തിന്റെ ഒരു റൂള് തന്നെയാണ്. അള്ളാഹുന്റെ പേരുകളും അള്ളാഹുന്റെ സിഫത്തുകളുമുള്ള തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞതിനപ്പുറം അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് തൗഹീദ് അൽ അസ്മാവ് സിഫാത്തിന്റെ ഭാഗമാണ്. അപ്പം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകളുള്ള പല കാര്യങ്ങളും ഉണ്ട്. നമ്മളിനി എത്ര ബുക്കുകൾ അന്വേഷിച്ചു കഴിഞ്ഞാലും, ഇനി എത്ര പണ്ഡിതന്മാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ ഉത്തരം കിട്ടാത്ത പല വൈബായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും നമ്മളെ അടുത്ത് മറ്റുള്ളവർ ചോദിക്കുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, പ്രയോജനമുണ്ടോ? അമലുകളുമായിട്ട് ബന്ധമുണ്ടോ? എന്റെ റബ്ബുമായിട്ട് കണക്ഷന് ബന്ധമുണ്ടോ? ഇല്ല, വേണ്ട. കാരണം എന്റെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. എല്ലാം ഒന്നും അറിയണം നിർബന്ധമില്ല, അല്ലേ? ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ, അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പം ഈ അടുത്ത് ഒരു പിക്ചർ, അതായത് ഒരു മദറിന്റെ ഗർഭപാത്രത്തിനകത്ത് ട്വിൻസ്, ഓക്കെ, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ടുള്ള ഇമാജിനേഷൻ ആണ്. അപ്പം അവര് പറയാണ്, അപ്പൊ ഒരു കുട്ടി വേറെ കുട്ടീൻ്റെ അടുത്ത് പറയാണ്, ഉമ്മന്റെ ഗർഭപാത്രത്തിലാണേ, ഉമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മള് ഉമ്മന്റെ ഗർഭപാത്രത്തിനകത്താണ് ഉള്ളത്, അല്ലെ? അവര് തമ്മിൽ പറയാണ്. പക്ഷെ നമുക്ക് ഉമ്മ ഉണ്ടെന്ന് തെളിയിക്കാനൊന്നും പറ്റൂല, അല്ലെ? നമ്മളുടെ ഈ പരിമിതമായ കഴിവ് കൊണ്ട് ഉമ്മ ഉണ്ടെന്ന് തെളിയിക്കാനൊന്നും പറ്റൂല. അപ്പം ഉമ്മ ഇല്ലാന്ന് തന്നെ പറയുന്നതാണ് അതിന്റെ ശരി. അപ്പം എന്താണ്, ഉമ്മ ഇല്ല, അതാണ് അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക്, അല്ലെ? ഹൗ ഫൂളിഷ് ാണ് നമ്മളുടെ അവസ്ഥ. നമ്മൾ അള്ളാഹുവിന്റെ ഭൂമിയുടെ അകത്താണ്, അള്ളാഹുവിന്റെ ആകാശമാണ് നമ്മൾ കാണുന്നത്, അള്ളാഹു തരുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നമുക്ക് അള്ളാഹിനെ കാണാൻ പറ്റില്ല. അള്ളാഹിന്റെ സിഫത്തുകളെ പലതും നമുക്ക് മുഴുവനായിട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. അള്ളാഹിന്റെ പല പല സിഫത്തുകളും നമ്മളോട് പറഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷെ നമ്മളുടെ അത് എന്തുകൊണ്ടാ? നമ്മുടെ ലിമിറ്റേഷൻ ആണ്, അല്ലെ? നമുക്ക് അത്രേ കഴിവുള്ളൂ, നമുക്ക് അത്രേ അറിവുള്ളൂ. അപ്പം അതിനപ്പുറത്തേക്ക് അന്വേഷിച്ച് പോയാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് നമ്മളും വിചാരിക്കണ്ട. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് അവരെ പാട്ടിന് പൊയ്ക്കൊള്ളാൻ പറയാം. നമ്മളുടെ ഈമാനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉത്തരം പറയാൻ പോകണ്ട. അവരുടെ അടുത്ത് പറയാം അള്ളാഹു അലം. നമ്മളെ വിശ്വാസം എന്തുകൊണ്ടെന്ന് നമുക്ക് അവരുടെ അടുത്ത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത്തരം വിഡിത്തം ഉള്ള കാര്യങ്ങളിൽ ചെന്ന് പെടേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നമുക്ക് അറിയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുവഴി മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ നമ്മളെ വിശ്വാസത്തിനെ ഇളക്കി മറക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നും നമ്മൾ പെടണ്ട. അതുപോലെ നമ്മൾ എപ്പോഴും എന്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുക, ഇതെന്റെ ഏതെങ്കിലും എന്റെ ഇബാദത്തുകൾ, എന്റെ നമസ്കാരത്തെ ബെറ്റർ ആക്കാൻ പറ്റുമോ? എന്റെ നോമ്പുകൾ ബെറ്റർ ആക്കാൻ പറ്റുമോ? എന്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ ബെറ്റർ ആക്കാൻ പറ്റുമോ? എന്റെ മാനേഴ്സിനെ, എന്റെ ഡീലിങ്സിനെ, എന്റെ സ്വതക്കയെ, എന്റെ സക്കാത്തിനെ ബെറ്റർ ആക്കാൻ പറ്റുമോ? ഓക്കെ. അല്ലെങ്കിൽ വേണ്ട. കാരണം ഇബ്ലീസിന് ഇത്ര ഇഷ്ടമുള്ള കാര്യം എന്താ? ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളുടെ മേലെ നമ്മളെ വറി ചെയ്യിപ്പിക്കുക, ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളുടെ മേലെ നമ്മളെ കെട്ടിപ്പണഞ്ഞ് ഇട്ട് നമ്മളുടെ സമയം കളഞ്ഞ് നമ്മളുടെ ഈമാൻ കളയൽ ഇബ്ലീസിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഈവൻ നമ്മൾ
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ നന്നാക്കുന്ന കാര്യം അല്ലേ, അവര് നാളെ അത് ചെയ്തല്ലോ, അവര് നാളെ അതെങ്ങനെ അങ്ങനെ ചെയ്യുക, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇബ്ലീസിന് ഇത്ര ഇഷ്ടമുള്ള കാര്യം വേറില്ല. കാരണം ബെനിഫിഷ്യൽ അല്ലേ, നമുക്ക് പ്രയോജനം ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആഖിറത്തിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈവൻ നമ്മൾ അവരെ ഉപദേശിക്കുന്നത് പോലും എന്തിനാണ്, നമ്മളെ ഡ്യൂട്ടി ചെയ്യാണ് അല്ലെ, നമ്മളുടെ ഖിലാഫത്ത് നമ്മൾ ചെയ്യാണ്, നമ്മൾ അള്ളാഹിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം തേടുകയാണ്. പകരം എന്നാൽ ഓൾ അതങ്ങനെ അങ്ങനെ ചെയ്തത്, ഓൾ എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇബ്ലീസിന് ഇഷ്ടമായി. കാരണം നമുക്കൊരു ഗുണമില്ലാത്ത കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മേലെ ചിന്തിച്ച് അതിന്റെ മേലെ നെഗറ്റീവ് എനർജി കളക്ട് ചെയ്ത് വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാനി ഫഖദ് ضل സവാഅ സബീൽ. ആര് ഇത്തരത്തിൽ അല്ലെ അധിക ചോദ്യങ്ങളും അധിക ഡിമാൻഡ്സും വെച്ച് ഈമാനിന് പകരം കുഫറിനെ എടുക്കുന്നു, അവൻ നിശ്ചയമായും എന്താണ്, ഫഖദ് ضل അല്ലെ, വഴികേടിലായി പോകുന്നു, നേരായ മാർഗത്തിൽ നിന്ന് വഴികേടിലായി പോയിരിക്കുന്നു. അപ്പൊ എപ്പോഴും അള്ളാഹുവിന്റെ അടുത്ത് സംരക്ഷണത്തിനെ തേടുക. സ്വയം ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരുന്നതിൽ നിന്നും, അതുപോലെ മറ്റുള്ളവർ നമ്മളിലേക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ കൊണ്ടുവരുന്നതിൽ നിന്നും, അതിൽ പെട്ടുപോകുന്നതിൽ നിന്നും ഒക്കെ തേടുക. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബീന. ഓക്കെ, അപ്പം ഇതുപോലെ മുമ്പ് കുറെ ഹദീസുകളൊക്കെ ഉണ്ട്. പലരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ മേലെ ചോദിച്ചിട്ട് അതിന് സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ മറുപടി കൊടുത്തതും ഒക്കെ അതിന് അനാവശ്യമായ ചോദ്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ. അപ്പൊ നമ്മളെപ്പോഴും ഫിൽട്ടർ ചെയ്യുക. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ ആണെങ്കിലും മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ ആണെങ്കിലും നമ്മളുടെ അമലുമായിട്ടും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള ബന്ധമായിട്ടും നമ്മുടെ സ്വഭാവമായിട്ടും ഒന്നും ബന്ധമില്ല, നമുക്ക് പരലോകത്തൊന്നും ഉണ്ടാക്കാനില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന് പകരം കുഫറിനെ സ്വീകരിക്കുന്ന ആളുകളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ പറ്റിപ്പോയ അല്ലെ, നമ്മൾ പല സാഹചര്യങ്ങളിലും കുഫറിൽ പെട്ടുപോയിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ ഇത്രയും കാലം കുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും കുഫറുകളിലൊക്കെ പെട്ടുപോയിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പല സാഹചര്യങ്ങളും അള്ളാഹു ഉണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരട്ടെ. ഇനി അത്തരത്തിലുള്ള പലതിലും പെട്ടുപോകുന്നതിനെ തൊട്ട് റബ്ബിന്റെ സഹായം നമുക്ക് ഉണ്ടാവട്ടെ, റബ്ബിന്റെ വിലായത്ത് ഉണ്ടാവട്ടെ, റബ്ബിന്റെ നസ്ർ ഉണ്ടാവട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت. قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.